ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് മാത്തമാറ്റിക്കൽ പ്രിലിമിനറീസ് ആണ്. അപ്പോൾ എല്ലാവരും അത് നോക്കിയിട്ടുണ്ടാവും തോന്നുന്നു. കാരണം ഇനി അങ്ങോട്ടുള്ള ഇലക്ട്രോ ഡൈനാമിക്സിന് അത്യാവശ്യമായിട്ടുള്ള മാത്തമാറ്റിക്സ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇനിയുള്ളത് നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോ ഡൈനാമിക്സിൻ്റെ നമ്മുടെ കോർ ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് പഠിക്കാനുള്ളത് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ നമ്മൾ കൃത്യമായി പറഞ്ഞ ഇലക്ട്രോ ഡൈനാമിക്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, നമുക്കൊരു സെറ്റ് ഓഫ് ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ചില ടെർമിനോളജീസ് ഇവിടെ പഠിക്കാനുണ്ട്, ചില നൊട്ടേഷൻസ് പഠിക്കാനുണ്ട്. അല്ലെ സപ്പോസ് ഒരു ക്യൂ എന്ന് പറയുന്ന ഒരു സിംഗിൾ ചാർജ് ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, ആൻഡ് ദർ ഈസ് അനദർ ചാർജ് ക്യാപിറ്റൽ ക്യൂ അറ്റ് എ പോയിൻറ്റ് വിത്ത് സം ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ക്യൂ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ക്യാപിറ്റൽ ക്യൂവിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഫോഴ്സ് എത്ര എന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ഉദ്ദേശം. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കോമൺ ഒറിജിൻ ഉണ്ട്, കോമൺ ഒറിജിൻ ഓർ നമ്മുടെ ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏത് വേണമെങ്കിലും ആവാം, പക്ഷേ നമ്മൾ ഒരു ഒറിജിൻ ഉണ്ടാവണമല്ലോ അതിന്. ആ ഒറിജിനിൽ നിന്ന് ഈ ക്യൂവിലേക്കുള്ള വെക്ടറിനെ ഞാൻ ആർ ഓഫ് ടി എന്ന് വിളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ആർ ഓഫ് ടി എന്ന് വിളിക്കാനുള്ള കാരണം? ഞാനൊരു വളരെ ജനറൽ കേസാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ആർ ക്യാൻ ബി വേരിഡ് വിത്ത് ടൈം. ഓക്കെ, അതായത് അതിൻ്റെ പൊസിഷൻ വെക്ടർ എന്താണ്, ഒരു കോൺസ്റ്റൻറ്റ് വെക്ടർ അല്ല, ഇറ്റ് ക്യാൻ ബി വേരിഡ്. ഓക്കെ, അപ്പം അതിനെ ഞാൻ ആർ ഡാഷ് ഓഫ് ടി എന്നെഴുതാം. ഓക്കെ, ആൻഡ് ദർ ഈസ് അനദർ പോയിൻ്റ്, അനദർ ചാർജ് ക്യാപിറ്റൽ ക്യൂ, ഓക്കെ, വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഓഫ് ടി. ഓക്കെ, ഒന്ന് ആർ ഡാഷ് ഓഫ് ടിയും ഒന്ന് ആർ ഓഫ് ടിയിലുമാണ്, രണ്ട് വെക്ടർ ഡിസ്റ്റൻസുകളാണ്. ഓക്കെ, അടുത്തത് ആർ ഓഫ് ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ ക്യാപിറ്റൽ ക്യൂ ഡ്യൂ ടു ക്യൂ? ഓക്കെ, ക്യൂ കാരണമുള്ള അല്ലെങ്കിൽ ഫോഴ്സ് ഓൺ ക്യാപിറ്റൽ ക്യൂ, സ്മോൾ ക്യൂ കാരണം ക്യാപിറ്റൽ ക്യൂവിലുള്ള ഫോഴ്സ് എത്ര എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഒന്ന് രണ്ട് ടേമുകൾ പഠിക്കുകയാണ്. ഒന്ന്, ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്യൂവിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ്. അതായത് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആരിലാണ്? ക്യൂവിലാണ്. സോ അതിനെ ഞാൻ എന്ത് വിളിക്കും? ഐ കോൾ ഇറ്റ് ആസ് ദ ടെസ്റ്റ് ചാർജ്. ഓക്കെ, ഇതിനെ നമ്മൾ ടെസ്റ്റ് ചാർജ് എന്നും, അത് ആ ഫോഴ്സ് ഉണ്ടാക്കുന്നത് ആരാണ്? ഈ ക്യൂ ആണ്. അപ്പോൾ അതിനെ ഞാൻ സോഴ്സ് ചാർജ് എന്നും വിളിക്കും. ഓക്കെ, അപ്പം ഇതെൻ്റെ സോഴ്സ് ചാർജാണ് ആൻഡ് ഇതെൻ്റെ ടെസ്റ്റ് ചാർജാണ്. ഈ രണ്ടെണ്ണം നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഈ പോയിൻറ്റിനെ ഞാൻ എന്ത് വിളിക്കും? അപ്പോൾ ഈ ക്യൂ ഇരിക്കുന്ന ഒരു പോയിൻ്റ് ഉണ്ടാവുമല്ലോ, അതായത് ആർ ഡാഷ് ഓഫ് ടി കാണിക്കുന്ന ഒരു പോയിൻറ്റ്, ലെറ്റ് മീ കോൾ ഇറ്റ് ആസ് പി ഓർ സംതിങ്. ഓക്കെ, പി എന്ന് പറയുന്ന പോയിൻ്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ സോഴ്സ് പോയിൻ്റ് എന്നും, ഓക്കെ, ആൻഡ് ഇവിടുത്തെ ഫോഴ്സാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിനെ ടെസ്റ്റ് പോയിൻ്റ് എന്നല്ല വിളിക്കുക, വി കോൾ ഇറ്റ് ആസ് ഫീൽഡ് പോയിൻ്റ്. ഓക്കെ, ഇത് ഇലക്ട്രിക് ഫീൽഡ് വരുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിക്കോളും. ഞാനിത് കുറച്ച് കോമൺ ടെർമിനോളജി പഠിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. എനിവേ, അപ്പോൾ നമ്മൾ അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഒരു സോഴ്സ് ചാർജ് ഉണ്ട്, ദാറ്റ് ഈസ് സോഴ്സ് ഈസ്, നേരെ തിരിച്ച് പറഞ്ഞാലും അതിനകത്ത് ഫോഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പർട്ടിക്കുലർലി ഉദ്ദേശിക്കുന്നത് സ്മോൾ ക്യൂ എന്ന് പറയുന്ന ചാർജ് കാരണമുള്ള ക്യാപിറ്റൽ ക്യൂവിലെ ഫോഴ്സാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സോഴ്സിനെ ഞാൻ ക്യൂ എന്നും വിളിച്ചു, ടെസ്റ്റിനെ ഓക്കെ ഞാൻ ക്യാപിറ്റൽ ക്യൂ എന്നും പറഞ്ഞു. ദെൻ ഫോഴ്സ് ഓൺ, ഓക്കെ, ഫോഴ്സ് ഓൺ ക്യാപിറ്റൽ ക്യൂ ഡിപ്പെൻസ് ഓൺ. ഓക്കെ, ഒന്ന് പറയാമോ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യാം? അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾക്കപ്പുറം വേറെ കുറച്ച് കാര്യങ്ങളോടെ വരും. അതാണ് ഞാൻ പറയുന്നത്. ഒന്ന് നമുക്കറിയാം, പ്രോഡക്റ്റ് ഓഫ് ദ ചാർജസ്, അല്ലെങ്കിൽ സിംപ്ലി ഞാൻ എഴുതുന്നു മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ്. ഓക്കെ, ആ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ? ക്യൂവും കൂടിയാൽ, അല്ലെങ്കിൽ സ്മോൾ ക്യൂവിൻ്റെയോ ക്യാപിറ്റൽ ക്യൂവിൻ്റെയോ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ഫോഴ്സ് കൂടും. രണ്ട്, ദ സെപ്പറേഷൻ വെക്റ്റർ അല്ലെങ്കിൽ സെപ്പറേഷൻ ഡിസ്റ്റൻസ്. ഓക്കെ, എന്ന് വെച്ചാൽ സോഴ്സ് ചാർജും നമ്മുടെ ഫീൽഡ് ചാർജും തമ്മിലുള്ള സെപ്പറേഷൻ, ഇവിടെ ഒരു ഡിസ്റ്റൻസ് ഉണ്ട് അല്ലേ? ഈ ഡിസ്റ്റൻസിനെ എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഞാൻ ഇനി ഒരു 2-3 പോയിൻറ്റും കൂടെ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, അതെന്താണെന്ന് ഞാൻ പറയാം കാര്യം. ഇപ്പം മൂന്നാമതായിട്ട് ഇനിയും വരുന്ന 1-2 കാര്യങ്ങളുണ്ട്. ദാറ്റ് ഈസ് ആർ ഡോട്ട് ഓഫ് ടി, സോറി ആർ ഡാഷ് ഡോട്ട് ഓഫ് ടി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദ സോഴ്സ് ചാർജ്. ഇതൊക്കെ എന്തിനാണ് എഴുതുന്നതെന്ന് പെട്ടെന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ടാവും. ഞാൻ പറയുന്നത് കൂളംസ് ലോ അല്ല. ഓക്കെ,
കൂളംസ് ലോ അല്ല ഞാൻ പറയുന്നത്, അത് മനസ്സിലാക്കുക. ഓക്കെ. 4 ആക്സിലറേഷൻ ഓഫ് സോഴ്സ് ചാർജ്. ഒബ്വിയസ്ലി വൺ മോർ തിങ്, മീഡിയം. അതായത് ഒരു ചാർജ് സ്മോൾ ക്യൂ ഒരിടത്ത് വെച്ചിട്ട് അത് കാരണം ഒരു ക്യാപിറ്റൽ ക്യൂവിൽ ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ 5 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജ്, സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ചാർജസ് ആൻഡ് വെലോസിറ്റി ഓഫ് ദ സോഴ്സ് ചാർജ്, മീഡിയം ആൻഡ് ആക്സിലറേഷൻ. ഈ 5 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളതാണ് സത്യം. ഓക്കെ. പക്ഷേ ഈ 5 കാര്യങ്ങളെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അത് പക്ഷേ നിങ്ങൾക്ക് പഠിക്കാനില്ല. ആക്ച്വലി ഇലക്ട്രോ ഡൈനാമിക്സിൻ്റെ ബുക്ക് പഠിച്ച് അതിൻ്റെ ഗ്രിഫിത്ത് ആണെങ്കിൽ അതിൻ്റെ 11th ചാപ്റ്ററൊക്കെ എത്തുമ്പോഴത്തേന് നമ്മൾ അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ആ ഇക്വേഷനകത്ത് ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടെ ഞാൻ എടുത്തൊരു കാര്യമുണ്ട്, ആറിനെ അല്ലെങ്കിൽ സോഴ്സ് ചാർജിനെ എങ്ങനെ എടുത്തത്, r' എന്ന് പറഞ്ഞാൽ there is a dependence on time. ഓക്കെ. ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് എൻ്റെ പൊസിഷൻ ഇവിടെ ആയിരുന്നു r എന്നുണ്ടെങ്കിൽ, r' എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് ഇങ്ങോട്ട് വരാം, കുറച്ച് കഴിയുമ്പോൾ ഇത് ഇങ്ങോട്ട് വരാം. അതായത് സ്മോൾ ക്യൂവിൻ്റെ പൊസിഷൻ എന്ത് ചെയ്യുന്നുണ്ട്, വേരി ചെയ്യുന്നുണ്ട് ടൈമിനനുസരിച്ച്. അപ്പോൾ ടൈമിനനുസരിച്ച് പൊസിഷന് വേരിയേഷൻ വരുമ്പം r'. ഓക്കെ. r' എന്നെടുത്താൽ എനിക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ദ വെലോസിറ്റി. ഓക്കെ. അപ്പോൾ വെലോസിറ്റി ഉണ്ട് ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ ഹാവ് ആൻ ആക്സിലറേഷൻ. അപ്പം വെലോസിറ്റിയും ആക്സിലറേഷനും ഒക്കെ ആർക്കുണ്ടാവാം? ക്യൂ എന്ന് പറയുന്ന ചാർജിന് ഉണ്ടാവാം. അപ്പം ക്യൂ എന്ന് പറയുന്ന ചാർജിന് ആക്സിലറേഷനോ വെലോസിറ്റിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഏത്, നമ്മുടെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഇക്വേഷൻ ആയിരിക്കും. അത് നമുക്ക് ഒറ്റയടിക്ക് എത്താൻ പറ്റാത്തതുകൊണ്ട് ഫിസിക്സിൽ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, സിമ്പിൾ കേസുകളിൽ നിന്ന് കോംപ്ലക്സ് ആയിട്ടുള്ള കേസുകളിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, വി ടേക്ക് r' ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഓക്കെ. അപ്പം r' കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ദ പൊസിഷൻ ഓഫ് ദ സ്മോൾ ക്യൂ ഈസ് ഫിക്സ്ഡ് എന്നാണ് അർത്ഥം. ഓക്കെ. നമ്മൾ എന്ത് ചെയ്യുന്നു, സ്മോൾ ചാർജിനെ ഫിക്സ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ. അത് അങ്ങനെ വരുമ്പോൾ സ്മോൾ ചാർജിനെ ഞാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് ഹാവ് ആൻ ആക്സിലറേഷൻ. അതിനെന്തില്ല? ആക്സിലറേഷൻ, വെലോസിറ്റി ഇല്ല, ആക്സിലറേഷൻ ഇല്ല. പിന്നെ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യൂ? മാഗ്നിറ്റ്യൂഡ്, സെപ്പറേഷൻ വെക്റ്റർ ആൻഡ് മീഡിയം. ഓക്കെ. അങ്ങനെ r' കോൺസ്റ്റൻ്റ് ആണെന്ന് എടുക്കുന്ന ദാറ്റ് പർട്ടിക്കുലർ ബ്രാഞ്ച് ഓഫ് അല്ലെങ്കിൽ ദാറ്റ് പർട്ടിക്കുലർ പാർട്ട് ഓഫ് ഇലക്ട്രോ ഡൈനാമിക്സ് ഈസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഓക്കെ. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞത് ജസ്റ്റ് ഒന്നുകൂടെ ബ്രീഫ് ചെയ്യാം. ഒന്നുമില്ല, ഞാൻ പറയാൻ പോകുന്നത് കൂളംസ് ലോ അല്ല. ഇവിടെ ഒരു ചാർജ് ഉണ്ട് Q ആൻഡ് ഇവിടെ ഒരു ചാർജ് ഉണ്ട് ക്യാപിറ്റൽ Q. ഓക്കെ. ഇത് തമ്മിലുള്ള സെപ്പറേഷൻ എന്തെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ഒറിജിൻ സെറ്റ് ചെയ്യുന്നു. ദെൻ ഇതിനെന്തുണ്ട്, ഒരു പൊസിഷൻ വെക്റ്റർ ഉണ്ട്, ഇതിനും ഒരു പൊസിഷൻ വെക്റ്റർ ഉണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ പൊസിഷൻ വെക്റ്ററൊക്കെ വരയ്ക്കുന്നത്. അത് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ പറയാം. സോ ഈ പൊസിഷൻ വെക്റ്ററിനെ ഞാൻ എന്ത് വിളിച്ചു, r' എന്ന് വിളിച്ചു. ഇതിനെ ഞാൻ എന്ത് വിളിച്ചു, r എന്ന് വിളിച്ചു. ഓക്കെ. അപ്പോൾ ഇനി എന്ത് പറഞ്ഞു, നമ്മൾ കണ്ടുപിടിക്കേണ്ടുന്നത് ഫോഴ്സ് ഓൺ ക്യാപിറ്റൽ Q ഡ്യൂ ടു സ്മോൾ ക്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ, അതെന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യാം ഓക്കെ എന്നുള്ളത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ അല്ല, അത് റോങ് ആണ്. ഡിപ്പെൻഡ്സ് ഓൺ തന്നെ പറയുന്നതാണ് കറക്റ്റ്. ഓക്കെ. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇൻ ജനറൽ എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചാർജ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ്, ഡയറക്ഷൻ പറയുമ്പോൾ അതും കൂടെ വരും. ഓക്കെ പോട്ടെ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ്, ദെൻ അടുത്തത് ഡിസ്റ്റൻസ്, മീഡിയം ഇൻ ബിറ്റ്വീൻ, വെലോസിറ്റി ഓഫ് സ്മോൾ ക്യൂ. ഈ സ്മോൾ ക്യൂവിനെ ഞാൻ എന്താ വിളിക്കുന്നത്, ഇത് കാരണമുള്ളതാണ് അറിയേണ്ടത്. സോ ദാറ്റ് മീൻസ് ഇതിനെ ഞാൻ സോഴ്സ് എന്ന് വിളിക്കും. അതായത് ഫോഴ്സിൻ്റെ സോഴ്സ് ആരാണ്, ഇയാളാണ്. ഇതിലുള്ള ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത്, അതായത് ക്യൂവിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് അറിയേണ്ടത്. ഓക്കെ. അപ്പം അതായത് ഇവിടെ ഞാൻ എടുക്കുന്നത് ക്യൂവിനെ കോസ് ആയിട്ടും അതിൻ്റെ എഫക്റ്റ് വരുന്ന എവിടെയാണ്, ക്യാപിറ്റൽ ക്യൂവിലുമാണ്. അതുകൊണ്ട് ഇതിനെ ഞാൻ സോഴ്സ് എന്നും ഇതിനെ ഞാൻ ടെസ്റ്റ് എന്നും വിളിക്കും. ഓക്കെ. അപ്പോൾ വെലോസിറ്റി ഓഫ് ക്യൂ ഓർ ബ്രാക്കറ്റിൽ വെലോസിറ്റി ഓഫ് ദ സോഴ്സ് ആൻഡ് ആക്സിലറേഷൻ ഓഫ് ദ സോഴ്സ്.
അപ്പോൾ ജനറലി പറഞ്ഞാൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച എന്ത് ഇക്വേഷൻ അല്ല, 1/4πε0 QQ/r² എന്ന് പറയുന്ന ഇക്വേഷൻ അല്ല. ഓക്കെ, നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ അതായിരിക്കും തോന്നുന്നത്. കാരണം എന്താണ്, ഇവിടെ ഞാൻ എടുത്തത് ഈ ചാർജ് സ്റ്റേഷനറി ആണെന്നൊന്നും എടുത്തിട്ടില്ല. ജനറലി ഇറ്റ് ഈസ് മൂവിങ്. ഇഫ് ഇറ്റ് ഈസ് മൂവിങ്, എഫിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ഡിപ്പെൻഡ് ഓൺ ഓൾ ദീസ് ക്വാണ്ടിറ്റീസ്. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഇനി നമ്മൾ ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിലേക്ക് പോകുമ്പോൾ നമ്മൾ ആരെ മാത്രം കൺസിഡർ ചെയ്താൽ മതി, മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ്, ഡിസ്റ്റൻസ്, മീഡിയം, വെലോസിറ്റിയും ആക്സിലറേഷനും. ആരുടെ, സോഴ്സ് ചാർജിൻ്റെ വെലോസിറ്റിയും ആക്സിലറേഷൻ ഞാൻ എന്തായിട്ട് സെറ്റ് ചെയ്യുന്നു, 0 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്, ദേ ആർ സ്റ്റേഷനറി. സോഴ്സ് ചാർജസ് ആർ സ്റ്റേഷനറി. ഓക്കെ, സോഴ്സ് ഒന്നിലധികം ഉണ്ടാവാം, അതുകൊണ്ടാണ് സോഴ്സ് ചാർജസ് എന്ന് വിളിച്ചത്. സോഴ്സ് ചാർജസ് ആർ സ്റ്റേഷനറി. അങ്ങനെ സോഴ്സ് ചാർജസ് സ്റ്റേഷനറി ആവുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വി കോൾ ഇറ്റ് ആസ് ഇലക്ട്രോ സ്റ്റാറ്റിക്സ്. ഒറ്റ വേർഡാണ്, ഞാൻ രണ്ടാക്കി എഴുതിയെന്നുള്ളൂ. ദാറ്റ് ഈസ് ഇലക്ട്രോ ഡൈനാമിക്സ് അല്ല. ഡൈനാമിക്സ് വരുന്ന സമയത്ത് ഇറ്റ് ഈസ് മൂവിങ്. സ്റ്റാറ്റിക്സ് എന്ന് കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാം എന്താണ്, ഇറ്റ് ഈസ് സ്റ്റേഷനറി. ദ ചാർജസ് ആർ സ്റ്റേഷനറി. ഓക്കെ, ഇത് പറഞ്ഞിട്ടാണ് എന്ത് തുടങ്ങുക, നമ്മുടെ ഒരു ഇലക്ട്രോ ഡൈനാമിക്സിൽ നിന്ന് സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് സ്റ്റാറ്റിക്സിലേക്ക് വരുമ്പോഴുള്ള വ്യത്യാസം ഇതാണ്. ഓക്കെ, ഇനി നമുക്ക് കൂളംസ് ലോയിലേക്ക് പോവാം. അതിനു മുമ്പ് 1-2 നൊട്ടേഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്ന പല പ്രോബ്ലംസും, ഇപ്പോൾ ഡൈപോളിൻ്റെ ഫീൽഡ്, പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ തുടങ്ങിയ പല സാധനങ്ങളും, അല്ലെങ്കിൽ ഫോഴ്സ് ഡ്യൂ ടു മൾട്ടിപ്പിൾ ചാർജസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം +2 പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ +2 പഠിച്ച അതേ ഡെറിവേഷൻ നിങ്ങൾ ഇവിടെയും കൊണ്ടെഴുതി വെക്കുന്നതിൽ അർത്ഥമില്ല. അല്ലെങ്കിൽ അത് തന്നെ ഇപ്പോൾ ഡൈപോളിൻ്റെ ഫീൽഡ് കണ്ടുപിടിക്കാൻ നമ്മൾ ഇത്തിരി കഴിയുമ്പോൾ ചെയ്യും. ഡൈപോളിൻ്റെ ഫീൽഡ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, കമ്പോണൻസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കുറച്ചുകൂടെ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഒന്നുകൂടെ പ്രൊഫഷണൽ ആവുകയാണെന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ +2 സ്റ്റുഡൻസ് അല്ല, ഡിഗ്രി സ്റ്റുഡൻസ് ആണ്. അപ്പം നമ്മൾ അതിനനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ഇനി ചൂസ് ചെയ്യാൻ, ഓർ എങ്ങനെ വേണം അല്ലെങ്കിൽ എങ്ങനെ പ്രോബ്ലം ചെയ്യണം എന്നുള്ളതിനെ മാറ്റും. അപ്പോൾ നമുക്ക് കോർഡിനേറ്റ് സിസ്റ്റംസ് ഒക്കെ യൂസ് ചെയ്ത് തന്നെ വേണം ചെയ്യാൻ. അല്ലാതെ വെറുതെ കമ്പോണൻ്റ് എടുത്ത് ചെയ്യുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ എല്ലാ പ്രോബ്ലവും നമ്മൾ ഒരു കോമൺ രീതിയിൽ ചെയ്തു വരുന്നതാണ് അതിൻ്റെ ഒരു ശരിയായ രീതി. ഓക്കെ, അപ്പം നമ്മൾ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എല്ലാ ക്ലാസ്സിലും നമ്മൾ വാട്ട് ഈസ് വെലോസിറ്റി എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നമ്മൾ എപ്പോഴും പറയുന്നൊരു സാധനമാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. നിങ്ങൾ PGക്ക് ചെന്നിട്ട് ചോദിച്ചാലും പലരും പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്നേ പറയത്തുള്ളൂ. ഓക്കെ, അറ്റ്ലീസ്റ്റ് എന്ത് പറയണം, dx/dt എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച്, വെറുതെ ഡിവൈഡ് ചെയ്യല്ല, റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നതിലേക്ക് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. സംഗതിയല്ല ഒന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ഏതാണ്ട് ഒരുപോലെയാണ്. പക്ഷേ നമ്മുടെ സ്റ്റാൻഡേർഡ് മാറുന്നതനുസരിച്ച് നമ്മുടെ ഡെഫിനിഷൻസ് മാറും. വെക്ടറിൻ്റെയൊക്കെ ഡെഫിനിഷൻസ് നിങ്ങൾ അത് PG എത്തുമ്പോൾ പഠിക്കും. വെക്ടർ നമ്മൾ ആദ്യം പഠിക്കുന്നത് മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ ഉണ്ടെന്നാണ്. പക്ഷേ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ മാത്രം ഉണ്ടായാൽ പോരാ, വേറെ ചില പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. പോട്ടെ, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പം ഞാൻ അതിന് മുമ്പ് ചില നൊട്ടേഷൻസ് അതിന് വേണ്ടിയിട്ട് പഠിപ്പിക്കുകയാണ്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ച് നോട്ട് ചെയ്തോണം. ആ നൊട്ടേഷനാണ് നമ്മൾ എൻറ്റയർ ഈ കോഴ്സിൽ ഫോളോ ചെയ്യാം. ഓക്കെ, ഞാൻ ആദ്യം ഗ്രിഫിത്തിലെ നൊട്ടേഷൻ പറയാം. ഗ്രിഫിത്തിലെ നൊട്ടേഷൻ ഇത്തിരി പാടാണ്. ഇതൊന്നുമില്ല, ലെറ്റേഴ്സ് ഏതൊക്കെ യൂസ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്ക് ഏതൊരു പോയിൻറ്റിനെയും സ്പേസിൽ റെപ്രസെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു പൊസിഷൻ വെക്ടർ യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ആ പൊസിഷൻ വെക്ടറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സം R എന്ന് വിളിക്കുക. ഓക്കെ, സോ ദിസ് ഈസ് സം R വെക്ടർ. ഒരുപാട് ചെറുതാണ്. ഓക്കെ, ദിസ് ഈസ് സം R വെക്ടർ. അപ്പോൾ എനിക്ക് ഒരു എല്ലാ പ്രോബ്ലത്തിലും എന്തുണ്ടാവും, ഒരു സോഴ്സ് ചാർജ് ഉണ്ടാവും. ഓക്കെ, അതിനെയാണ് ഞാൻ Q എന്ന് വിളിച്ചത്. ഈ സോഴ്സിനെ ഞാൻ 2 രീതിയിൽ വിളിക്കാം. ഇവിടെ ചാർജുകൾ ഇരിപ്പുണ്ടായിരിക്കും. ഓക്കെ, സോ വി കോൾ ഇറ്റ് ആസ് സോഴ്സ്. ഓക്കെ, ഇനി വേറൊരു പോയിന്റ് ഇവിടെ ഉണ്ടാവും. ഓക്കെ, അവിടെ ഒന്നുകിൽ ഒരു Q ചാർജ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വരുന്ന സമയത്ത് ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഈ പോയിന്റിനെ സോഴ്സ് പോയിന്റ് എന്നും ഈ പോയിന്റിനെ P എന്ന് പറയുന്ന പോയിന്റിനെ ഞാൻ ഫീൽഡ് പോയിന്റ് എന്നും വിളിക്കും. ഓക്കെ, ഇത് ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു. അതായത് ഫീൽഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, എവിടുത്തെ ഫീൽഡാണോ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ദാറ്റ് പർട്ടിക്കുലർ പോയിന്റ് ഈസ് കോൾഡ് ഫീൽഡ് പോയിന്റ്. അപ്പോൾ അവിടുത്തെ ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സോഴ്സ് ഇരിക്കുന്നത്, ആ ഫീൽഡ് ഉണ്ടാക്കുന്ന ചാർജസ് ഇരിക്കുന്നത് മറ്റു പലയിടങ്ങളിലായിരിക്കും. ചിലപ്പോൾ ഒന്നായിരിക്കും, ഒന്നിലധികം ഉണ്ടാവാം. എനിവേ, അതിനെ ഞാൻ എന്ത് വിളിക്കും, സോഴ്സ് പോയിന്റ്സ് എന്ന് വിളിക്കും. ഒന്നുകിൽ ഒരു പോയിന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ Q1, Q2, Q3 എന്നിങ്ങനെ മൾട്ടിപ്പിൾ സോഴ്സ് ചാർജസ് ഉണ്ടാവാം. നമ്മൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് +2 ചെയ്തിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ അതെന്തോ ആവട്ടെ. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ടത്, ഓക്കെ, അപ്പോൾ ഇനി നൊട്ടേഷനാണ് പറയുന്നത്. അപ്പോൾ സോഴ്സിലേക്കുള്ള, ഓക്കെ, സോഴ്സ് ചാർജിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പൊസിഷൻ വെക്റ്റർ എന്ന് പറയുന്നത് ഞാൻ നൊട്ടേറ്റ് ചെയ്യുന്നത് ഒറിജിനിൽ നിന്ന് ഇങ്ങോട്ടുള്ള പൊസിഷൻ വെക്റ്റർ. എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും. എന്ത് ചെയ്യുക, ഒറിജിൻ കണ്ടുപിടിക്കുക, ഒറിജിനിൽ നിന്ന് എങ്ങോട്ട് വരയ്ക്കുക, സോഴ്സിലേക്ക് വരയ്ക്കുക. അപ്പോൾ എന്തായി, സോഴ്സിൻ്റെ പൊസിഷനായി. ഓക്കെ, ഇത് ഓർക്കുക, ഒറിജിൻ ഫിക്സ് ചെയ്യുക. ഒറിജിൻ എവിടെ വേണോ ഫിക്സ് ചെയ്യാം. ഇൻ തിയറി നമുക്ക് എവിടെ വേണമെങ്കിലും ഒറിജിൻ ഫിക്സ് ചെയ്യാം, കോമൺ ആയിരിക്കണമെന്നേ ഉള്ളൂ അല്ലേ. അതായത് ഇതിനും അല്ലെങ്കിൽ സ്മോൾ ക്യൂവിന് ഒരു ഒറിജിനും ക്യാപിറ്റൽ ക്യൂവിന് വേറൊരു ഒറിജിനും ആവാൻ പാടില്ല. നമുക്കറിയാം, ഒരു ഫിസിക്സിൽ ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് എല്ലാത്തിനും ഒരു കോമൺ കോർഡിനേറ്റ് സിസ്റ്റം ആവശ്യമാണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തോണം. അതുകൊണ്ട് ഞാൻ ഓരോന്നിനും ഓരോ കോർഡിനേറ്റ് ഒന്നും വെക്കുന്നില്ല, ഒരു കോമൺ ഒറിജിൻ കണ്ടെത്തുന്നു. അപ്പോൾ എല്ലായിടത്തും ഏത് വേണമെങ്കിലും എടുക്കാം, പക്ഷേ പ്രോബ്ലം അർഹിക്കുന്ന ഒരു സിംപ്ലിസിറ്റി ഉണ്ട്. അതനുസരിച്ചിട്ടേ നമ്മൾ എന്ത് ചെയ്യാവും, ചൂസ് ചെയ്യാവും. എവിടെയെങ്കിലും കൊണ്ടുപോയി ചൂസ് ചെയ്യരുത്. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ചെയ്താൽ നല്ലതായിരിക്കും, മറ്റൊരിടത്ത് ചെയ്താലും ചെയ്യാൻ പറ്റും, പക്ഷേ പ്രോബ്ലം കൂടുതൽ ബുദ്ധിമുട്ടാവും. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കോർഡിനേറ്റ് സിസ്റ്റവും അതേപോലെ ഒറിജിനും ചൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ ഇതാണ് ഒറിജിൻ എന്ന് വിചാരിക്കുക. അപ്പോൾ ഒറിജിനിൽ നിന്ന് സോഴ്സിലേക്കുള്ളൊരു വെക്ടർ ഞാൻ വരച്ചു. ഓക്കെ, ഒറിജിൻ ടു സോഴ്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമുക്ക് ഇനിയുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് വേണം ഈ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെ ഞാൻ എന്ത് വിളിക്കാം, ഐ ക്യാൻ കോൾ ഇറ്റ് ആസ് ദ പൊസിഷൻ വെക്ടർ ഓഫ് സോഴ്സ് ചാർജ്. ഓക്കെ, അതിനെ ഒറിജിൻ മുതൽ സോഴ്സ് വരെ വരയ്ക്കുന്ന, അതിൻ്റെ ഇനിഷ്യൽ പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഫൈനൽ പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിന് ഇമ്പോർട്ടൻ്റ് എന്ന് എടുത്ത് പറയുന്നത് ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അങ്ങോട്ട് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഓക്കെ, അപ്പം ഒറിജിനിൽ നിന്ന് സോഴ്സിലേക്കുള്ള ഡിസ്റ്റൻസിനെ ഞാൻ ഡിസ്പ്ലേസ്മെൻറ്റിനെ ഓർ വെക്ടറിനെ ഞാൻ എന്ത് വിളിച്ചു, പൊസിഷൻ വെക്ടർ ഓഫ് സോഴ്സ് ചാർജ് എന്ന് വിളിച്ചു. അതിനെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുക ആർ ഡാഷ് എന്നായിരിക്കും. ഓക്കെ, വെക്ടർ ആർ ഡാഷ്. ഓക്കെ, ശ്രദ്ധിക്കുക, അത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതായത് നമ്മുടെ ഈ ആർ, ഓക്കെ, ഇതിനെ ആർ ഡാഷ് എന്നുള്ളത് ഗ്രിഫിത്തിലെ നൊട്ടേഷൻസ് ആണ് ഞാൻ പറയുന്നത്. ഇത് മാറ്റി നമുക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള നൊട്ടേഷൻസിലേക്ക് പോവാം, കുഴപ്പമില്ല. അപ്പം ആർ ഡാഷ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്, ഇറ്റ് ഈസ് ദ പൊസിഷൻ വെക്ടർ ഓഫ് ദ സോഴ്സ് ചാർജ് ആൻഡ് ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം ഒറിജിൻ ആൻഡ് ഇറ്റ് എൻഡ്സ് അറ്റ് സോഴ്സ്. ഓക്കെ, ഇനി അതേപോലെ ഫീൽഡ് പോയിന്റിനും എന്തുണ്ട്, ഫീൽഡ് പോയിന്റിൽ ചിലപ്പോൾ ഒരു ക്യാപിറ്റൽ ക്യൂ ഉണ്ടാവാം ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ. ഇലക്ട്രിക് ഫീൽഡാണ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു പോയിന്റ് മാത്രം മതി. അപ്പോൾ എവിടെയാണോ ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് പോയിന്റിലാണോ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ആ പോയിന്റിനെ നമ്മൾ ഫീൽഡ് പോയിന്റ് എന്ന് വിളിക്കും. ആ ഫീൽഡ് ഒറിജിനിൽ നിന്ന് ആ ഫീൽഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന വെക്ടറിനെ ഐ കോൾ ഇറ്റ് ആസ് ആർ. ഓക്കെ, വൺ ഈസ് ആർ, അതർ ഈസ് ആർ ഡാഷ്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ ആർ എന്ന് പറയുന്നൊരു വെക്ടർ ഉണ്ട്. എവിടെ നിന്ന് എങ്ങോട്ടാണ്, ഒറിജിനിൽ നിന്ന്. ഓക്കെ, എങ്ങോട്ട് വരയ്ക്കണം, ഫീൽഡ് പോയിന്റിലേക്ക് വരയ്ക്കണം. ദിസ് ഈസ് കോൾഡ് പൊസിഷൻ വെക്ടർ ഓഫ് ദ ഫീൽഡ് പോയിന്റ്. ഓക്കെ, ഈ നൊട്ടേഷൻസ് ഓർത്തിരിക്കണം. ഇത് എവിടെ നിന്ന് എങ്ങോട്ട് വരയ്ക്കുന്നു എന്ന് ഓർത്തിരിക്കണം. ഇനി ഒരെണ്ണം കൂടിയുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് സെപ്പറേഷൻ വെക്ടർ. എവിടെ നിന്ന് എവിടം വരെ, ഈ രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണല്ലോ എപ്പോഴും നമുക്ക് വേണ്ടുന്നത്. കൂളംസ് ലോ നിങ്ങൾ പഠിച്ചിട്ടുള്ളപ്പോൾ അറിയാം, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്താണ്, ആക്ച്വലി സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. പൊട്ടൻഷ്യൽ ആണെങ്കിൽ ജസ്റ്റ് 1/r. ഓക്കെ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ്. ഓക്കെ, സ്ക്വയർ വേണ്ട പൊട്ടൻഷ്യൽ വരുന്ന സമയത്ത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് അത് ആക്ച്വലി എന്താണ്, Q1-നും QP-ക്കും ഇടയ്ക്കുള്ള സെപ്പറേഷനാണ്. അതിനെ ഞാൻ വരയ്ക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇതിങ്ങനെ, ഇത് കൺസിസ്റ്റൻ്റ്ലി എടുത്ത് പോയാൽ പിന്നെ അങ്ങോട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ അതെവിടെ നിന്ന് എങ്ങോട്ടാണ്, സോഴ്സ് ടു ഫീൽഡ് പോയിന്റ്. നേരെ തിരിച്ചല്ല, സോഴ്സിൽ നിന്ന് ഫീൽഡ് പോയിന്റിലേക്കാണ് ഞാനത് വരയ്ക്കുക. ആൻഡ് വി കോൾ ഇറ്റ് ആസ് ദ സെപ്പറേഷൻ വെക്ടർ. ഓക്കെ, അതിനെ നമ്മൾ സെപ്പറേഷൻ വെക്ടർ എന്ന് പറയും. അത് ഡിനോട്ട് ചെയ്യുന്നത് ദേ ഇങ്ങനെയാണ്. ഈ ആറും ആ ആറും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നു. ഒന്ന് ഇതാണ്, ഒന്ന് ഇതാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ഈ ആറും ഈ രണ്ടാറും ചിലപ്പോൾ മിക്സ് ചെയ്ത് എഴുതുന്നവരൊക്കെ ഉണ്ടാവും. മൊത്തത്തിൽ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞ 3 നൊട്ടേഷൻ എന്ന് പറയുന്നത് ഗ്രിഫിത്തിലെ നൊട്ടേഷനാണ്. ഓക്കെ, ഗ്രിഫിത്ത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന നൊട്ടേഷനാണ്. പക്ഷേ ഇത് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരാം. ഇത് ഈ ആറും ആ ആറും കൂടെ നമ്മൾ ഇൻ്റർചേഞ്ച്, എസ്പെഷ്യലി ഞാൻ അങ്ങനെ യൂസ് ചെയ്ത് തെറ്റാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ സെപ്പറേഷൻ വെക്ടറിനെ മാത്രം എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, വി യൂസ് ക്യാപിറ്റൽ ആർ. ഓക്കെ, അപ്പോൾ ഇനി തെറ്റില്ല. ഇതിന് നിങ്ങൾ സ്മോൾ ആറോ ഏത് ടൈപ്പ് ആർ ഉപയോഗിച്ചാലും ഓക്കെ,
ഈ ആർ ആയാലും അതെവിടെ കൊടുത്തോ, ഇതിന് കൊടുത്തോ. ഏതിന് പകരം? ഒറിജിനും സോഴ്സിൻ്റെ പൊസിഷൻ വെക്ടർ ഓഫ് സോഴ്സിനും പൊസിഷൻ വെക്ടർ ഓഫ് ഫീൽഡിനും നിങ്ങൾ ഏത് ആറ് വേണമെങ്കിലും കൊടുത്തോ. പക്ഷേ ഡാഷ് ഒന്നിനുണ്ടാവണം. സോഴ്സ് ആണെങ്കിൽ ഡാഷ് ഉണ്ടാവണം, ഇതാണെങ്കിൽ ഡാഷ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, പക്ഷേ നിങ്ങൾ സെപ്പറേഷൻ വെക്ടറിന് എന്ത് ചെയ്യുക? ക്യാപിറ്റൽ ആർ കൊടുക്കുക. ഓക്കെ, ഞാൻ ഇങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ രണ്ടെണ്ണം സെപ്പറേറ്റ്ലി യൂസ് ചെയ്യാൻ കേപ്പബിൾ ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഉപയോഗിച്ചോളൂ, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അപ്പം ഈ വെക്ടർ എന്താണ്? ദിസ് ഈസ് കോൾഡ് ആർ വെക്ടർ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ആർ വെക്ടറിൻ്റെ ഡയറക്ഷനൊക്കെ നോക്കിക്കോണം എങ്ങോട്ടാണെന്ന്. അപ്പം ഇവിടെ എനിക്കൊരു ട്രയാങ്കിൾ കിട്ടിയല്ലോ. ഒ ക്യൂ, സ്മോൾ ക്യൂ, ക്യാപിറ്റൽ ക്യൂ, തിരിച്ച് ഒ, ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലേ. അതിനകത്ത് ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ അപ്ലൈ ചെയ്താൽ എനിക്ക് എന്തെഴുതാം? സോ ദിസ് ഈസ് മൈ വെക്ടർ ആർ ഡാഷ്. ഓക്കെ, അപ്പോൾ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ അപ്ലൈ ചെയ്താൽ ആർ ഡാഷ് പ്ലസ് ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ ടു ആർ, or the separation vector is equal to r minus r dash എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് സാധനമാണ്. അതായത് നിങ്ങൾക്ക് എവിടെയെങ്കിലും രണ്ട് ചാർജസിനിടയ്ക്കുള്ള സെപ്പറേഷൻ വെക്ടർ കണ്ടുപിടിക്കേണ്ടി വരുമ്പോൾ, നമുക്ക് എല്ലായിടത്തും വേണ്ടി വരും, എവിടെയെങ്കിലും അല്ല, ഒരുപാട് വേണ്ടി വരും. പ്രോബ്ലംസ് ആദ്യം ഉള്ള പ്രോബ്ലംസിലെല്ലാം നമുക്ക് വേണത്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതേ നൊട്ടേഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ, നൊട്ടേഷൻ അഥവാ ഫോളോ ചെയ്തില്ല എന്ന് വിചാരിക്കുക, അപ്പോൾ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? ഇത് കൃത്യമായിട്ട് വരച്ച് ഉണ്ടാക്കി കറക്റ്റാണോ നോക്കണം. ഇല്ലെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. ഈ നൊട്ടേഷൻ അങ്ങ് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? ആർ മൈനസ് ആർ ഡാഷ് ആയിരിക്കും. നിങ്ങൾ ഇങ്ങനെ പോലും ഒരു സ്റ്റെപ്പ് എഴുതി നോക്കേണ്ടി വരില്ല. യു ക്യാൻ വെരി ഈസിലി റൈറ്റ് ഇറ്റ് ഈസ് ആർ മൈനസ് ആർ ഡാഷ്. ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ ടു ആർ മൈനസ് ആർ ഡാഷ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് കോൾഡ് സെപ്പറേഷൻ വെക്ടർ. ഓക്കെ, അപ്പോൾ സെപ്പറേഷൻ വെക്ടറിൻ്റെ കാര്യം ഓർത്തു വയ്ക്കുക. നമ്മൾ ക്യാപിറ്റൽ ആർ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കൂളംസ് ലോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ കൂളംസ് ലോ പറയുന്നത് നമുക്കറിയാം. കൂളംസ് ലോ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാറ്റിക്സിലെ ലോ ആണ്, നോട്ട് എ ലോ ഫോർ ഇലക്ട്രോ ഡൈനാമിക്സ്. ഓക്കെ, ഡൈനാമിക്സിൽ വരുന്ന ലോ അല്ല, സ്റ്റാറ്റിക്സിൽ വരുന്ന ലോയാണ്. ഓക്കെ, അപ്പം വീണ്ടും നമുക്ക് എന്തുണ്ട്? വി ഹാവ് എ കോമൺ ഒറിജിൻ. ആക്ച്വലി നമ്മൾ എല്ലായിടത്തും പറയുന്നത് എന്താണ്? ഇങ്ങനെ ഒരു കോമൺ ഒരു ഇതുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ്. ആൻഡ് വി ഹാവ് ടു ചാർജസ്, വൺ ഈസ് ഹിയർ ആൻഡ് വൺ ഈസ് ഹിയർ, ആൻഡ് ദിസ് ഈസ് ക്യൂ, സോറി എങ്ങനെ വേണേൽ വിളിക്കാം, ദിസ് ഈസ് ക്യൂ ആൻഡ് ദിസ് ഈസ് ക്യാപിറ്റൽ ക്യൂ. ഓക്കെ, എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. ഓക്കെ, ഫോഴ്സ് ഓൺ ക്യാപിറ്റൽ ക്യൂ ഈസ് ഈക്വൽ ടു എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മളിനി ഇതിനെല്ലാം മാർക്ക് ചെയ്യാണ്. അപ്പോൾ ഇതിനെന്തുണ്ട്? ദിസ് ഈസ് മൈ സോഴ്സ്. ഓക്കെ, ഇതിനെ ഞാൻ തിരിച്ച് വിളിച്ചെന്ന് പറഞ്ഞ് തെറ്റില്ല, കറക്റ്റാണ്, നോ പ്രോബ്ലം. അപ്പോൾ ഇതിനെ ഞാൻ എന്ത് വിളിച്ചു? സോഴ്സ് എന്ന് വിളിച്ചു. സോ ഇതെന്താണ്? ആർ. ഓക്കെ, ഇനി ഏത് ആർ വേണമെങ്കിലും ഉപയോഗിക്കാം, കുഴപ്പമില്ല. സോ ദിസ് ഈസ് ആർ ഡാഷ് ആൻഡ് ദിസ് ഈസ് ആർ. ഓക്കെ, ഇത് ആർ ഡാഷ്, ഇത് ആറ്, ആൻഡ് ദിസ് വെക്ടർ ഈസ്, എപ്പോഴും വെക്ടർ സൈൻ കൊടുത്ത് തന്നെ പോകാമെങ്കിൽ വളരെ നല്ലതായിരിക്കും. സോ ദിസ് ഈസ് ക്യാപിറ്റൽ ആർ. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ആർ ആണ് ഈ ഡിസ്റ്റൻസ്, എന്താ ഈ വെക്ടർ എന്നുണ്ടെങ്കിൽ, ക്യൂ മുതൽ ക്യാപിറ്റൽ ക്യൂ വരെയുള്ള വെക്ടർ ക്യാപിറ്റൽ ആർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് വിളിക്കാം? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? ഇസ് ഈക്വൽ ടു ആർ എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി എന്തെഴുതാം? ഫോഴ്സ് ഓൺ ക്യൂ ഈസ് ഈക്വൽ ടു, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, 1/4πε0 പ്രോഡക്റ്റ് ഓഫ് ദെയർ ചാർജസ്, ദാറ്റ് ഈസ് QQ by R square. Now it is only a magnitude equation, അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. വി നീഡ് ഡയറക്ഷൻ ടു, സോ വി പുട്ട് എ വെക്ടർ സൈൻ ഹിയർ. ഇനി അതിൻ്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണ്? ക്യൂവിൽ നിന്ന് ക്യൂവിലേക്കാണ്. അതായത് അതിൻ്റെ ഡയറക്ഷൻ ഓഫ് എഫ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഡയറക്ഷനാണ്. ഓക്കെ, ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് എഫ്. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി അലോങ് ദ ഡയറക്ഷൻ ഓഫ് ആർ ഇറ്റ് സെൽഫ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? ഐ ക്യാൻ ഗിവ് ആർ ക്യാപ് ഹിയർ. ഓക്കെ, എന്ന് വെച്ചാൽ എൻ്റെ ഇക്വേഷനകത്ത് ഡയറക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? 1/4πε0 QQ by R square into R cap. ദിസ് ഈസ് ദ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഇത് കൂളംസ് ലോ എന്ന് പറയുന്ന സാധനമാണ്. ഇനി ഇതിനെ വേറെ ഒന്ന് രണ്ട് രീതിയിലും കൂടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും, അതും കൂടെ നമ്മൾ പഠിക്കാം. നിങ്ങൾ ചിലപ്പോൾ +2 കണ്ടിട്ടുണ്ടാവും. ഈ എഫിനെ ഞാൻ വേറൊരു രീതിയിൽ എഴുതാണ്. എഫ് ഈസ് ഈക്വൽ ടു 1/4πε0 QQ by,
നൗ നമ്മൾ വെക്ടറിനകത്തൊരു ഡെഫിനേഷൻ പഠിച്ചിട്ടുണ്ട്. ആർ ക്യാപ്, അതായത് യൂണിറ്റ് വെക്ടർ അലോങ് ദ ഡയറക്ഷൻ ഓഫ് ആർ ഈസ് ഈക്വൽ ടു വെക്ടർ ആർ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ആർ എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? വേണം ഒന്നുകൂടെ മാറ്റി ഇങ്ങനെ എഴുതാം. ഇങ്ങനൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ, ദാറ്റ് ഈസ് ആർ ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ, ഈ ഇക്വേഷൻ എനിക്ക് എന്ത് ചെയ്യാം? ഈ ആർ ക്യാപ്പിന് പകരം കൊടുക്കാം. അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു ആർ സ്ക്വയർ ഉണ്ട്, അതിൻ്റെ കൂടെ ഇവിടുന്ന് വരുന്ന ഒരു ആറും കൂടെ ചേർന്ന് ഇത് ആർ ക്യൂബ് ആവും. ദെൻ മേളിൽ എന്തുണ്ട്? വെക്ടർ ആറുണ്ട്. ഈ എക്സ്പ്രഷനും പലപ്പോഴും വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, മറക്കണ്ട, ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. അപ്പോൾ ഈ ഇക്വേഷൻ കാണുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഇറ്റ് ഈസ് നോട്ട് പ്രപ്പോർഷൻ, ഫോഴ്സ് ഈസ് പ്രപ്പോർഷണൽ ടു 1/r ക്യൂബ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇറ്റ് ഈസ് റോങ്. കാരണം എന്താ? ഇവിടെ ആർ ക്യൂബും ഇവിടെ വെക്ടർ ആറും ആണ്. ഓക്കെ, നോട്ട് ആർ ക്യാപ്പ്. ആർ ക്യാപ്പ് ആണ് ഇവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ താഴെ എന്ത് വന്നേ പറ്റൂ? ആർ സ്ക്വയർ വന്നേ മതിയാവും. ഓക്കെ, ഇതാണ് കൂളംസ് ലോ രണ്ട് രീതിയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് രണ്ട് രീതി എന്ന് പറയാനൊന്നുമില്ല, അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുള്ളൂ. കാരണം ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ ചിലപ്പം ഈ ആർ ക്യാപ്പ് ഇടുന്നതിനെക്കാട്ടിൽ എളുപ്പം വെക്ടർ ആർ കൊടുത്ത് ചെയ്യുന്നതായിരിക്കും. ഇല്ലെങ്കിലും ചില ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ നമുക്ക് എന്ത് കാണാം? ഇങ്ങനെ ഒരു രീതിയിൽ കിടക്കുന്ന കാണാം. അപ്പോൾ നിങ്ങളിത് കൂളംസ് ലോ അല്ലേ എന്ന് തെറ്റിദ്ധരിക്കേണ്ട. എനിക്ക് തോന്നുന്നു +2 തന്നെ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ലോ ഇൻ കൂളംസ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയാവുന്ന ആളാണ് എന്ത്? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. പൊസിഷൻ പ്രിൻസിപ്പിൾ നമ്മൾ +2 പഠിച്ചിട്ടുള്ളതാണ്. +2 NCERT നമ്മളിതിനെ പഠിക്കുന്നത് ഇങ്ങനെയായിരിക്കും: ഫോഴ്സ് ഡ്യൂ ടു മൾട്ടിപ്പിൾ ചാർജസ്. ഓക്കെ, അതായത് അത് പറയുന്നത് ഇങ്ങനെയാണ്: ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ എനി ടു ചാർജസ്. ഇത് ഗ്രിഫിത്തിലെ സെൻറ്റൻസ് ആണ്. ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ any two charges or any pair of charges is completely unaffected by the presence of others. Okay, ഇത് ഒരു നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും. വളരെ രസമുള്ളൊരു സെൻറ്റൻസ് ആയിട്ട് മനസ്സിലാക്കാം. അതായത് ഒന്നുമില്ല, നമ്മളിപ്പം രണ്ട് ചാർജസ് ആണെങ്കിൽ, ഓക്കെ, ഒരു Q1ഉം ഒരു Q ആണെങ്കിൽ, യു നോ ഹൗ ടു കാൽക്കുലേറ്റ് ദ ഫോഴ്സ്. ഓക്കെ, F1 ഈസ് ഈക്വൽ ടു, ഞാൻ തൽക്കാലം വെക്ടർ എഴുതി കഴിഞ്ഞാൽ ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു വെക്ടർ ഉണ്ടാവും അല്ലേ? അതിനെയാണല്ലോ നമ്മുടെ സെപ്പറേഷൻ വെക്ടർ, അതിനെ ഞാൻ R1 എന്ന് വിളിക്കുന്നു. നിങ്ങൾ ഓരോ R1ഉം എഴുതുമ്പോൾ ആലോചിച്ചോണം, ആക്ച്വലി ഇത് വെറുതെ R1 എന്ന് എഴുതുകയല്ല. ഇവിടെ എന്തുണ്ട്? എനിക്കൊരു ഒറിജിൻ ഉണ്ട്, ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്, ഇങ്ങോട്ടൊരു കോർഡിനേറ്റ് ഉണ്ട്, ഇങ്ങോട്ടൊരു കോർഡിനേറ്റ് ഉണ്ട്. അതിൻ്റെ ഡിഫറൻസ് എടുത്തിട്ടാണ് എനിക്ക് ആരെ കിട്ടിയത്? R1 കിട്ടിയത്. അല്ലാതെ വെറുതെ ഒരു R1 കിട്ടുന്നതല്ല. അത് മനസ്സിലുണ്ടാവണം. ഓക്കെ, പക്ഷെ നമ്മൾ എല്ലായിടത്തും ഈ വെക്ടറും ഈ കോർഡിനേറ്റ് സിസ്റ്റം ഒന്നും വരച്ചുകൊണ്ടിരിക്കില്ല. അത് കാണുമ്പോഴേ മനസ്സിലാക്കുക എന്ത്? ദർ ഈസ് എ സ്മോൾ ആർ ആൻഡ് സ്മോൾ ആർ ഡാഷ്. ഓക്കെ, രണ്ട് പൊസിഷൻ വെക്ടേഴ്സ് ചേർന്നിട്ടാണ് നമുക്ക് ഈ തേർഡ് വെക്ടറായിട്ടുള്ള സെപ്പറേഷൻ വെക്ടർ കിട്ടുന്നത്. അപ്പോൾ ഇവിടുന്ന് F1 എന്താണ്? 1/4πε0 QQ ബൈ സം R സ്ക്വയർ ഇൻറ്റു R1 സ്ക്വയർ ഇൻറ്റു R1 ക്യാപ്പ് എന്ന് എഴുതാം. ഇതാണ് ഒരു ചാർജ് ഉണ്ടെങ്കിലുള്ള കാര്യം. ഇനി ഞാൻ ഒരു ചാർജും കൂടെ കൊണ്ടുവച്ചാൽ, ഓക്കെ, നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഇത് വലിയ സംഭവമായിട്ട് തോന്നില്ലായിരിക്കും. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, ഇവിടെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് Q1 കാരണം Qവിലുള്ള ഫോഴ്സാണ്. എനിക്ക് ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് Q2 കാരണം Qവിലുള്ള ഫോഴ്സ്, ഓർ വാട്ട് ഈസ് ദ ടോട്ടൽ ഫോഴ്സ് ഓൺ നെറ്റ് ഓൺ Q. ടോട്ടൽ ഫോഴ്സ് ഓൺ Q ആണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, Q1നെ ആരെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്? ക്യാപിറ്റൽ Qനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? Q1 Qവിലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്, Q2ഉം എക്സേർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം Q2 എന്ത് ചെയ്യുന്നുണ്ട്? Q1ന് ഒരു ഫോഴ്സ് കൊടുക്കുന്നില്ലേ? ഉണ്ട്, ഒബ്വിയസ്ലി ഉണ്ട്. അതുപോലെ Q1 എന്ത് ചെയ്യുന്നുണ്ട്? Q2വിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇറ്റ് ഇസ് ടു കോംപ്ലിക്കേറ്റഡ് എന്നൊരു ഫീൽ ഉണ്ടാവണം, അല്ലെങ്കിൽ ഉണ്ട്. നമ്മളിത് ആദ്യമേ പഠിച്ചു പോയതുകൊണ്ടാണ് തോന്നാത്തത്. അപ്പം Q1 ആക്ച്വലി ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്? Qവിലൊരു ഫോഴ്സ് കൊടുക്കുന്ന അതേ ടൈം തന്നെ Q2 എന്ത് ചെയ്യാണ്? ഇതിനെ അങ്ങോട്ട് പുഷ് ചെയ്യാണ്. സോ നമ്മൾ പെട്ടെന്ന് ആലോചിക്കുമ്പം Q2 ഇതുമായിട്ടുണ്ടാക്കുന്ന ഇൻട്രാക്ഷൻ, ഓക്കെ,
അതായത് വേറൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഒരാളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരാളെ വേറൊരു തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അത് മൂന്നാമത് നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെയും ഡിപ്പെൻഡ് ചെയ്യാം. ഓക്കെ, അതായത് ഒരാൾ ഇവിടെ നിന്ന് രണ്ടാമനോട് എന്തോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, അല്ല ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്നാമതൊരാൾ വന്ന് ഇവൻ്റെ അടുത്ത് ശല്യം ഉണ്ടാക്കാൻ വന്നാൽ ഈ ഇൻഫ്ലുവൻസിനെ ബാധിക്കും അല്ലേ, യൂഷ്വലി, അല്ലെങ്കിൽ ഇൻട്രാക്ഷൻസിനെ പലതിനെയും സ്വാധീനിക്കും. പക്ഷേ നമ്മുടെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, ക്യൂവിനകത്തേക്ക് ഒരു ഫോഴ്സ് വരുമ്പോൾ Q1 ഉണ്ടാക്കുന്ന ഫോഴ്സും Q2 ഉണ്ടാക്കുന്ന ഫോഴ്സും ഇത് കാരണമുള്ള ടോട്ടൽ ഫോഴ്സ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇവരുടെ ഇടയിൽ എന്ത് നടക്കുന്നു എന്നതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓർ എപ്പോഴെങ്കിലും ഒരാൾ കാരണമുള്ള ഫോഴ്സ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റേ ആൾ അവിടെ ഉണ്ടെന്ന് പോലും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ദാറ്റ് ഈസ് എന്താണ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ എനി ടു charges, okay, any two or any pair of charges is completely unaffected by the presence of others. അതായത് Q2-ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവർ തമ്മിലുള്ള ബന്ധത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതേപോലെ Q1-ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് തമ്മിലുള്ള ബന്ധത്തെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ടോട്ടൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ യു കാൽക്കുലേറ്റ് ദ ഫോഴ്സ് സെപ്പറേറ്റ്ലി വിത്തൗട്ട് കൺസിഡറിങ് ദ അതർ വൺ. ഓക്കെ, ഓരോ പെയർ ആയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യാം, F2 കാൽക്കുലേറ്റ് ചെയ്യാം, ദാറ്റ് ഈസ് 1/4 epsilon 0 QQ by R2 square into R2 cap. Then F3 എത്ര പേരുണ്ടോ അതെല്ലാം എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ദ നെറ്റ് ഫോഴ്സ് F ഈസ് ഈക്വൽ ടു F1 പ്ലസ് F2, എടുത്ത് പറയേണ്ട കാര്യമില്ല, ഇതെന്ത് സമ്മാണ്, വെക്ടർ സമ്മാണ്, F3 പ്ലസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെറുതെ എഴുതി ആഡ് ചെയ്താൽ മതി. എന്ത് അഡീഷനാണ്, വെക്ടർ അഡീഷനാണ്. സോ പറയുമ്പോൾ എളുപ്പമാണ് ഇക്വേഷൻ, പക്ഷേ വെക്ടർ അഡീഷൻ നിങ്ങൾക്ക് പൊതുവേ അറിയാം, വെക്ടർ അഡീഷൻ അത്ര എളുപ്പമുള്ള സാധനമല്ല. ഓക്കെ, നമ്മൾ എങ്ങോട്ടാണ് ഇരിക്കുന്നത് എന്ന് കൂടി നോക്കേണ്ടി വരും. അപ്പം ഇതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. നിങ്ങൾ ഏതെങ്കിലും എത്ര ചാർജുകളുണ്ടോ അത് നിങ്ങൾക്ക് പ്രശ്നമല്ല, നിങ്ങൾ ഓരോ പെയറുകളെ വീതം കൺസിഡർ ചെയ്യുക, അവർ കാരണമുള്ള ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക, ദെൻ ടേക്ക് ഇറ്റ്സ് സം. ഓക്കെ, ഇത്രേ ഉള്ളൂ നമ്മൾ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി അടുത്തത്, അപ്പോൾ നമുക്ക് ഫോഴ്സായി. ഈ ഫോഴ്സ് ഡ്യൂ ടു മൾട്ടിപ്പിൾ ചാർജസിനെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിനെ വേറൊരു രീതി കൂടി നിങ്ങൾക്ക് എഴുതാൻ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. നമുക്കൊന്ന് നോക്കാം. അതായത് എഫ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ യൂസ് ചെയ്ത് എഴുതാം, ദറ്റ് ഈസ് 1/4 epsilon 0 സമ്മേഷൻ ഓവർ എന്തൊക്കെയാണ് വരിക, ക്യൂ എന്ന് പറയുന്നത് കോമൺ ആണല്ലേ, ആ ക്യൂ ഇനി പുറത്തെടുക്കാം. ഓക്കെ, ഇപ്പം Q/4 epsilon 0 Q1 Q2 Q3 ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സോ ഐ ഗിവ് QI ഫോർ ദാറ്റ് ഡിവൈഡഡ് ബൈ RI square into RI cap. Summation over I is equal to 1 to n. ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ ഞാനിതിനെ ഇലാബറേറ്റ് ചെയ്യുന്നില്ല, വേണമെങ്കിൽ ചെയ്തു തരാം. ആക്ച്വലി നമ്മൾ നേരത്തെ എഴുതിയ സാധനത്തിൽ നിന്ന് അതിനെ എനിക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു സമ്മേഷൻ ഫോമിലേക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അപ്പോൾ ഫോഴ്സ് ഡ്യൂ ടു മൾട്ടിപ്പിൾ ചാർജസ് ഞാൻ എഴുതി. ഇനി ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ എഫിനെ ഒന്നുകൂടെ മോഡിഫൈ ആണ്. ഐ ആം ടേക്കിംഗ് ദിസ് ക്യൂ ഔട്ട്സൈഡ്, ഈ മേളിൽ എഴുതിയ അതേ സ്റ്റെപ്പ് തന്നെ, ആൻഡ് ഇൻ ടു 1/4 epsilon 0 summation over I is equal to 1 to n QI divided by RI square into RI cap. ഓക്കെ, ഇനി എന്ത് ചെയ്യാണ്, ഇത്രയും ആളെ ഞാൻ ഒരു പുതിയ പേരിട്ട് വിളിക്കുകയാണ്. ഐ കോൾ ഇറ്റ്, സോറി, ഈ എഫ് വെക്ടറാണ്. സോ എഫ് ഈസ് ഈക്വൽ ടു സം ക്യൂ ഇൻറ്റു ഇ എന്ന് വിളിക്കുകയാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, വളരെ സിമ്പിളായിട്ട് വളരെ പ്രിമിറ്റീവായ രീതിയിൽ ഇലക്ട്രിക് ഫീൽഡിനെ ഡിഫൈൻ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ക്യൂവിനെ മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എന്തോ അതിനെയാണ് ഞാനിപ്പോൾ എന്ത് വിളിച്ചത്, ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിച്ചത്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ ബ്രാക്കറ്റിലിരിക്കുന്ന ആളെ നിങ്ങൾ സമ്മേഷൻ ഉപയോഗിച്ച് എഴുതിയതാണ്. അതായത് നിങ്ങൾക്ക് എത്ര ചാർജ് ഉണ്ടെന്ന് എടുത്തിട്ട് n ചാർജസ് ഉണ്ടെങ്കിൽ ഉള്ള ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് ഞാൻ എഴുതിയത്. അത് ഒന്നുകൂടെ ഞാൻ പറയാം. അതായത് നിങ്ങൾക്ക് സോഴ്സ് ചാർജസ് എത്ര എണ്ണം ഉണ്ട്, ഇങ്ങനെ കുറേ പേരുണ്ട്, Q1 Q2 Q3 Q4 എക്സെട്ര QI, അങ്ങനെ QN വരെയുള്ള ആൾക്കാരുണ്ട്. ഈ സോഴ്സ് ചാർജസ് എല്ലാം കാരണം ഇവിടെ ഒരു പോയിൻ്റ്, ഇവിടെ ഒരു ക്യാപിറ്റൽ ക്യൂ ഉണ്ട്. ഇതിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് സമ്മേഷൻ ഫോമിൽ എഴുതിയത്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി, ഐ ഗോട്ട് ആൻ ഇക്വേഷൻ ലൈക്ക് ദിസ്. ഓക്കെ, ആൻഡ് ഈ ഇക്വേഷനെ, അപ്പം ഈ പോയിൻ്റ് ഏതാണ്, ഈ പോയിൻ്റ് എന്ന് പറയുന്നത് വീണ്ടും ആലോചിക്കുക, നമുക്കൊരു കോമൺ ഇതുണ്ട്,
അതിനകത്ത് ഈ പോയിൻ്റ് എന്ന് പറയുന്നത് ഫീൽഡ് പോയിൻ്റ്, ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ ഫീൽഡ് പോയിൻ്റ് എന്താണ്, എപ്പോഴും ഫിക്സ്ഡ് ആണ്. ദാറ്റ് ഈസ് ആർ അല്ലേ, ആർ എന്ന് പറയുന്ന രീതിയിൽ ഫിക്സ്ഡ് ആണ്. പക്ഷേ ഇതെന്ത് ചെയ്യും, ആർ ഡാഷ് എന്ന് പറയുന്ന ആൾക്ക് എന്താ ഒരു കുഴപ്പമുള്ളത്, ആർ ഡാഷ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോന്നാണ് അല്ലേ. ഇത് R1 ഡാഷാണ്, ഓക്കെ, ഇത് R2 ഡാഷാണ്, ഇത് R3 ഡാഷാണ്. അങ്ങനെ മാറി 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 വരും. പക്ഷേ ഈ ആർ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ എനിക്ക് എന്തെഴുതാം, എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ ഓഫ് ആർ എന്ന് എഴുതും. കാരണം ഈ ആർ ഫിക്സ്ഡ് ആണ്. ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ പോയിൻ്റ്, ഈ ക്യാപിറ്റൽ ക്യൂ ഇരുന്ന പോയിന്റിലാണ്. ഓക്കെ, ഫീൽഡിന് വേറെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് നമുക്ക് പറയാം. എനിവേ, അപ്പോൾ ഞാൻ ആ ഇയെ മാത്രം എടുത്തെഴുതിയാൽ എന്തെഴുതാം, ഇ ഓഫ് ആർ ഈസ് ഈക്വൽ ടു 1/4πε0 summation over I is equal to 1 to n QI RI cap divided by RI square. Okay, this is the definition for electric field for multiple charges. സിംഗിൾ ചാർജിനാണെങ്കിൽ ആ സമ്മേഷൻ എടുത്ത് കളഞ്ഞിട്ട് ഒരു Q1 മാത്രം കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു Q മാത്രം കൊടുത്തിട്ടോ എഴുതിയാൽ മതി. ഓക്കെ, നമ്മൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് എങ്കിലും എഴുതാം. ഓക്കെ, 1/4πε0 what is this Q by R square into R cap. ഇത് ഒറ്റ ചാർജ് ആണെങ്കിൽ. ഓക്കെ, നമ്മൾ എപ്പോഴും ഒരു ചോദിക്കുന്ന സമയത്ത് ഇത് എഴുതി വയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഒരു സ്റ്റാൻഡേർഡ് സാധനം എന്ന് പറയും. സമ്മേഷനൊക്കെ ഉപയോഗിച്ച് എഴുതുമ്പം ഒരു ഇത് ഭംഗിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇ ഓഫ് ആർ എന്ന് പറയുന്നത്. അപ്പോൾ ഇ ഓഫ് ആർ ഇനി എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ ഇ ഓഫ് ആർ എന്ന് പറയുന്ന ആൾ, ഓക്കെ, നമുക്ക് ആ ഇക്വേഷനിൽ തന്നെ എഴുതാം. ഇ ഓഫ് ആർ ഈസ് ഈക്വൽ ടു എഫ് ബൈ ക്യൂ എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, ഓർ ഫിസിക്കലി ഇറ്റ് ഈസ് ദ എന്താണ്, ഫോഴ്സ് പെർ ചാർജ് അല്ലേ. ഇറ്റ് ഈസ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ചാർജിൽ, അപ്പം ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് യൂണിറ്റ് ആവുമല്ലോ. അപ്പം അതായത് ഇറ്റ് ഈസ് ദ ഫോഴ്സ്, നമ്മൾ പ്ലസ് ടുവിന് പഠിച്ച ഡെഫിനിഷൻ നമുക്കറിയാം. ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. പക്ഷേ ഈ ഡെഫിനേഷനകത്തൊരു പ്രശ്നമുണ്ട്. ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയമെൻഷനും ഫോഴ്സിൻ്റെ ഡയമെൻഷനും രണ്ടാണ്. ഓക്കെ, അപ്പോൾ മാഗ്നിറ്റ്യൂഡ് വൈസ് ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്ന പ്ലസ് ടുവിൻ്റെ ഡെഫിനേഷൻ ആക്ച്വലി അത് മാഗ്നിറ്റ്യൂഡ് വൈസ് ആണ്. അതിനകത്ത് NCERT എടുത്ത് പറയുന്നുണ്ട്, അവിടെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ കുറച്ചുകൂടെ നല്ലത് ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അതായത് യൂണിറ്റ് ചാർജ് ഒരു പെർ യൂണിറ്റ് ചാർജിൽ എന്ത് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു അഡ്വാൻറ്റേജ് ഇതാണ്. സപ്പോസ് നമുക്കിവിടെ 1 2 3 ഓക്കെ 4 കുറേ ചാർജസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ എനിക്കുള്ള ഗുണം ഈ ഇ ഓഫ് ആറിനെ ഞാൻ ഇവിടെ കൊണ്ടുവരുന്ന ആദ്യം Q1 കൊണ്ടുവരുന്നു. വാട്ട് ഈസ് ദ ഫോഴ്സ്, എഫ് ഈസ് ഈക്വൽ ടു ഇ ഓഫ് ആർ ഇൻറ്റു Q1. ഇനി അടുത്തത് ഞാൻ വേറൊരു ചാർജ് Q2 കൊണ്ടുവരുന്നു. അപ്പോൾ വാട്ട് ഈസ് ദ ഫോഴ്സ്, ഇ ഓഫ് ആർ ഇൻറ്റു Q2. അപ്പം ഞാൻ ഈ ഇ ഓഫ് ആർ മാത്രം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാൽ മതി. എപ്പോഴും ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ Q1 യൂസ് ചെയ്യാം. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. ഫിസിക്കലി നമുക്ക് ഫീൽ ചെയ്യാവുന്ന സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോഴ്സ് മാത്രമാണ്. ഓക്കെ, ഈ ഫീൽഡ് എന്ന് പറയുന്ന സാധനം നമുക്ക് കാണാനോ ഒന്നും പറ്റില്ല. ഓക്കെ, പക്ഷേ നമുക്ക് ആക്ച്വലി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഫോഴ്സാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നിങ്ങൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കണ്ടിട്ടുണ്ട്, അതേപോലെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും കാണാൻ പറ്റില്ലേ? പക്ഷേ അത് കാണാൻ പറ്റുന്നത് അതിൻ്റെ ഫോഴ്സിൻ്റെ എഫക്റ്റ് തന്നെയാണ്. ഓക്കെ, പോട്ടെ, അത് നമുക്ക് പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ പറയാം. നിങ്ങൾക്ക് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കാണുന്ന പോലെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും കാണാൻ പറ്റും. അതിനൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട്, യൂട്യൂബിൽ നോക്കിയാൽ മതി, ഉണ്ടാവും. ഞാനിന്ന് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ആ ലിങ്ക് ഇട്ടുതരാം. ഓക്കെ, സോ ഫോഴ്സ് എന്ന് അപ്പം ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഫോഴ്സാണ് ആക്ച്വലി നമുക്ക് മെഷർ ചെയ്യാനും എന്താണ് ഡയറക്റ്റ്ലി നമുക്ക് ഇൻട്രാക്ട് ചെയ്യുമ്പം കിട്ടുന്ന സാധനം ഫോഴ്സാണ്. പക്ഷേ നമ്മൾ ഫീൽഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ചിട്ടാണ് സാധനങ്ങൾ ഡീൽ ചെയ്യുക. അതിന് ഇങ്ങനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് ഫോഴ്സ് എപ്പോഴാണ് കിട്ടുക, ഇവിടെ ഒരു ചാർജും കൂടെ വരുമ്പോഴാണ്. അപ്പോൾ ഇവിടെ ചാർജൊന്നും ഇല്ല എന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ ചാർജൊന്നും ഇല്ല. ഇവിടെ ചാർജൊന്നും ഇല്ലെങ്കിൽ ഇവിടെ എന്തുണ്ട് പിന്നെ? ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ ഒന്നുമില്ല. ഓക്കെ, ഇവിടെ ചാർജൊന്നും ഇല്ലെങ്കിൽ ചാർജൊന്നും ഇല്ലെങ്കിൽ ഫോഴ്സ് 0. പക്ഷേ വെനെവർ എ ചാർജ് കംസ് ഹിയർ ദർ ഈസ് എ ഫോഴ്സ്. ഓക്കെ, അങ്ങനെ പെട്ടെന്നൊരു ഫോഴ്സ് എങ്ങനെ ഉണ്ടാവുന്നു അല്ലെങ്കിൽ ആ ചാർജ് വരുന്നതിന് മുമ്പ് അവിടെ എന്തുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അവിടെ എന്തുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പം
ഈ ഇലക്ട്രിക് ഫീൽഡുമായിട്ടാണ് ആര് ഇൻട്രാക്ട് ചെയ്യുന്നത്? നമ്മുടെ ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്ന ചാർജ് ഇൻട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ അങ്ങനെ സങ്കല്പിക്കാം. ആക്ച്വലി ഈ ക്യാപിറ്റൽ ക്യൂ എന്തുമായിട്ടല്ല, ക്യൂ ആയിട്ടല്ല ഇൻട്രാക്ട് ചെയ്യുന്നത്, പകരം ക്യാപിറ്റൽ ക്യൂ ഈസ് ഇൻട്രാക്ടിങ് വിത്ത് ദ ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ള രീതിയിൽ ആ കൺസെപ്റ്റിനെ മാറ്റാം. പിന്നെ ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു എന്താ പറയുന്നത്, ഒരു ഈതർ എന്ന് പറയുന്ന മീഡിയത്തിൽ ഉണ്ടാവുന്ന സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ക്ലാസിക്കൽ ഇലക്ട്രോഡൈനാമിക്സിൽ ആദ്യം വന്നത്. പക്ഷേ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വരുന്ന സമയത്ത് എന്താണ്, ഈതർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ലാണ്ടാവുന്നുണ്ട്. പക്ഷേ എനിവേ ഇതൊരു ഫിസിക്കൽ എൻറ്റിറ്റി ആയിട്ട് എടുക്കാൻ പറ്റില്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു മാത്തമാറ്റിക്കലി എനിക്കത് ഡീൽ ചെയ്യാൻ യൂസ് ചെയ്യാവുന്ന സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനായി ഇനി നമ്മൾ ആകെ ചെയ്യുന്നത് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും, ഇനി കുറേ അധികം പ്രോബ്ലംസ് ആണുള്ളത്. അപ്പം കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ചാർജ് ഇങ്ങനെ 1 ചാർജ് 2 ചാർജ് 3 ചാർജ് എന്ന് പറഞ്ഞിരിക്കുന്നവരെ നമ്മൾ യൂഷ്വലി വിളിക്കുന്നത് എന്താണ്, പോയിൻറ്റ് ചാർജസ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഈ പോയിൻറ്റ് ചാർജസ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇപ്പോൾ കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം, ഫോഴ്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം. ഓക്കെ, ഇനി നമ്മൾ ഫോഴ്സ് കണ്ടുപിടിച്ച് മെനക്കെടാൻ പോവില്ല, നമുക്കതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി, ഇ ഓഫ് ആർ കണ്ടുപിടിച്ചാൽ മതി. ഇ ഓഫ് ആർ അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഏത് ചാർജ് കൊണ്ടുവന്നാലും ക്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഫോഴ്സ് കിട്ടും. സോ നമ്മൾ ഇനി അങ്ങോട്ടുള്ള ഡിസ്കഷനിൽ ആരേ ഉണ്ടാവുള്ളൂ, ഇ ഓഫ് ആറേ ഉണ്ടാവുള്ളൂ. ഫോഴ്സസ് പർട്ടിക്കുലർലി വേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ വിത്ത് ദ ചാർജ്. ഓക്കെ, അപ്പോൾ പോയിൻറ്റ് ചാർജസ് ആണ്. പക്ഷേ ഫിസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് നോ പോയിൻറ്റ് ചാർജസ്. അല്ലെങ്കിൽ എല്ലാ ചാർജിനും എന്തുണ്ടാവും, ഒരു ഡയമെൻഷൻ ഉണ്ടാവും. അതായത് നമ്മൾ വേറെ തരത്തിൽ പറഞ്ഞാൽ, നമ്മൾ പണ്ട് എന്താണ്, ഒരു റോഡിൽ ഒരു കാർ പോകുന്നതിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു എക്സ് ആക്സിസും വരച്ചിട്ടൊരു പോയിൻ്റായിട്ട് കാണിക്കും. ആക്ച്വലി കാർ ഇറ്റ്സെൽഫ് എന്തുണ്ട്, കുറച്ച് ലെങ്ത് ഉണ്ടാവും. പക്ഷേ നമ്മളിതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പോയിൻ്റ് ഒബ്ജക്റ്റായിട്ട് ക്ലാസിക്കൽ മെക്കാനിക്സിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അത് കൺസിഡർ ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. എന്താണ്, ഈ കാറിൻ്റെ ഡയമെൻഷനും അത് റൺ ചെയ്യുന്ന ദൂരവും. ഓക്കെ, ഡയമെൻഷൻ ഓഫ് കാർ ഷുഡ് ബി വെരി മച്ച് ലെസ് ദാൻ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതിനെ പോയിൻറ്റ് ചാർജ് ആക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത സ്ഥലത്തിൻ്റെ പോയിൻറ്റ് ചാർജസിൻ്റെ സൈസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇതൊരു സ്ഫിയർ ആയിരിക്കും, ഇത്രയുള്ള സ്ഫിയർ ആയിരിക്കും. പക്ഷേ ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വളരെ ദൂരെയാണെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് എ പോയിൻറ്റ് ചാർജ്. പക്ഷേ നമുക്ക് പോയിൻറ്റ് ചാർജുകൾ മാത്രമല്ല എന്തുണ്ടാവും, കണ്ടിന്യൂസ് ആയിട്ടുള്ള ചാർജ് ഫീൽഡുകൾ അല്ലെങ്കിൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ ചിലപ്പം അതെവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, ഇറ്റ് ക്യാൻ ബി ഓവർ എ ലെങ്ത്, ഓക്കെ, ഓർ ഓവർ എ സർഫസ്, or it can be over a volume. Okay, or over a volume. അപ്പം സർഫസ്, വോളിയം, ഇങ്ങനെ ഏതിൽ വേണമെങ്കിലും എന്ത് വരാം, നമുക്ക് ഒരു ചാർജിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഒരു പോയിൻറ്റിലേതായിരുന്നു എന്നുണ്ടെങ്കിൽ ഉള്ള ഇക്വേഷൻ മാത്രമേ ഞാൻ പഠിച്ചു വെച്ചിട്ടുള്ളൂ. അല്ലാതെ ഒരു ഡിസ്ട്രിബ്യൂഷനിലാണെങ്കിൽ എങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ഇപ്പോൾ ലെങ്ത്ത് സർഫസ് എന്ത് വേണമെങ്കിലും ഞാനൊരു ലെങ്ത് എടുക്കുന്നു. ഈ വയർ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ പിന്നെ ചെലിക്കത്തുള്ളൂ. നമുക്ക് എന്തായാലും അതെന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇത് എന്തല്ല, ഒരു പോയിൻ്റ് ഒബ്ജക്റ്റ് അല്ല. ഈ പോയിൻറ്റിൽ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുമ്പം ഐ കനോട്ട് ടേക്ക് ദിസ് ലെങ്ത് ആസ് എ പോയിൻ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ ഞാനിത് എന്ത് ചെയ്യണം, ഇതൊരു എലോങ്ങേറ്റഡ് ഒബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ ചാർജ് ഡിസ്ട്രിബ്യൂഷനായിട്ട് തന്നെ ഇതെല്ലാം എന്താണ്, ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ ഇതിനെല്ലാം ഞാൻ എന്തായിട്ട് കൺസിഡർ ചെയ്യണം, ചാർജ് ഡിസ്ട്രിബ്യൂഷനായിട്ട് കൺസിഡർ ചെയ്തേ പറ്റുള്ളൂ, അല്ലാതെ ഒരു പോയിൻറ്റ് ചാർജ് ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഞാൻ ഇതിനെ ഒരു ചെറിയ ചാർജ്, ചെറിയ പീസുകളാക്കി മാറ്റും. ഓക്കെ, എന്നിട്ട് ഇതിൽ ഓരോന്നും, ഇത് ഡി ക്യൂ ചാർജ്, ഇത് അടുത്തത് ഡി ക്യൂ ചാർജുകളുള്ള പീസുകളാക്കി മാറ്റുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാർജ് എന്ന് പറയുന്നത്, ഈ ഡി ക്യൂ എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം പോയിൻ്റ് ഒബ്ജക്റ്റ് ആണ്, നോ പ്രോബ്ലം. ഓക്കെ, ഇത് മൊത്തത്തിൽ പോയിൻ്റ് ഒബ്ജക്റ്റ് അല്ല, പക്ഷേ ഇതെന്താണ്, ഒരു പോയിൻ്റ് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പം അതായത് ഈ പോയിന്റിലെ, ഇതിനെ ഞാൻ പി എന്ന് വിളിക്കുന്നു, പി എന്ന് പറയുന്ന പോയിന്റിൽ ഡി ക്യൂ കാരണം എന്തുണ്ട്, ഒരു ഇലക്ട്രിക് ഫീൽഡുണ്ട്. ആ ഡി ക്യൂ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡിനെ ഞാൻ ലെറ്റ് മീ കോൾ ഇറ്റ് ആസ് ഡി ഇ. ഓക്കെ, ദെൻ അതിനെ ഞാൻ എന്ത് വിളിക്കും, ഐ കോൾ ഇറ്റ് ആസ് 1. അപ്പോൾ അത് എത്രയായിരിക്കും, 1/4πε0
ഡി ക്യു ആണല്ലോ അവിടുത്തെ പോയിൻറ്റ് ചാർജ്. ഇത് ആക്ച്വലി പോയിൻറ്റ് ചാർജ് ആണ് എന്ന് വെച്ചാൽ അത് അത്രയും ചെറുതാണെങ്കിൽ പിന്നെ നമുക്കതിനെ പോയിൻറ്റ് ചാർജ് എന്ന് എടുക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഡിവൈഡഡ് ബൈ എന്താണ് ഈ വെക്ടറിനെ ഞാൻ എന്താ വിളിക്കുക, ഇതെങ്ങോട്ടുള്ള വെക്ടറാണ്, ഈ പോയിന്റിലെയാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും, ഇതെൻ്റെ ആർ വെക്ടർ ആയിരിക്കും ആണല്ലോ. എന്തുകൊണ്ട് ഇത് ആറായി, ചാർജിൽ നിന്ന് ഇങ്ങോട്ടുള്ളത്. ഇനി ഇത് ആറാണെങ്കിൽ നിങ്ങൾ അപ്പോഴേ മനസ്സിൽ വിചാരിക്കണം ദർ ഈസ് അനദർ കോർഡിനേറ്റ് സിസ്റ്റം വിത്ത് ദിസ് ഈസ് ആർ ഡാഷ് ആൻഡ് ദിസ് ഈസ് ആർ. ഓക്കെ, ഒരു ആർ ഡാഷും ആറും ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇതെന്താണ്, ഈ ഡി ക്യൂവിൽ നിന്ന് ഇങ്ങോട്ടുള്ള വെക്ടറാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഡി ക്യൂ ബൈ ആർ ഇൻറ്റു എന്താണ്, ഇവിടെ എന്തെഴുതാം, പകരം ആർ ഇൻറ്റു ആർ ക്യാപ്പ് എന്നെഴുതാം. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പം ഡി ക്യൂ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഓഫ് ചാർജ് കൊണ്ട് അല്ലെങ്കിൽ ഒരു പോയിൻറ്റ് ചാർജ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. നൗ വി വാണ്ട് ടു കാൽക്കുലേറ്റ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ്. നമുക്ക് ഓൾറെഡി അറിയാം, എന്ത് ചെയ്താൽ മതി, വി ഹാവ് ടു ഇൻറ്റഗ്രേറ്റ് ഇറ്റ്. ദാറ്റ് ഈസ് 1/4πε0 ഇൻറ്റഗ്രൽ ഡി ക്യൂ ബൈ, ആരൊക്കെ ഇൻറ്റഗ്രലിനകത്ത് വരുമെന്ന് ശ്രദ്ധിച്ചോണം, ആർ ക്യാപ്പ്. ഓക്കെ, എന്തുകൊണ്ട് ഇതെല്ലാവരും വരും, ആർ ക്യാപ്പ് ഞാൻ കൊണ്ടിട്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചോണം. സോ എന്തുകൊണ്ട് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡി ക്യൂ ബൈ ആറിനകത്ത് ഈ ആർ എന്താണ്, നമ്മുടെ ഡി ക്യൂ എന്ന് പറയുന്ന ഈ ചെറിയ ഇതിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. ഇതാണ് നമ്മുടെ ആർ എന്ന് പറയുന്നത്. ഇനി ഞാൻ എടുക്കുന്നത് ഈ ലൈൻ എലമെൻ്റ് ആണെങ്കിൽ ആറ് മാറിയോ, മാറി. ഇതെടുത്താലോ, വേറൊരു ആറായി. ഇതെടുത്താലോ, അതായത് ഓരോ ഡി ക്യൂസിലും നമ്മൾ പോകുന്നതനുസരിച്ച് ആർ എന്ത് ചെയ്യാണ്, ആറും പലതുണ്ട്. അതുകൊണ്ട് ഇൻ്റഗ്രലിനകത്ത് തന്നെ വരും എന്ത്, ആറ്. ഇനി ആർ ക്യാപ്പ് എന്തുകൊണ്ട് അകത്ത് വന്നു, നമ്മൾ നേരത്തെ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റവും സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റവും പഠിച്ചപ്പോൾ പറഞ്ഞു, നമ്മുടെ യൂണിറ്റ് വെക്റ്റർ എന്ന് പറയുന്ന യൂണിറ്റ് വെക്റ്റർ എന്ന് പറയുന്നത് എന്തല്ല, ഒരു കോൺസ്റ്റൻറ്റ് ആവണം എന്നില്ല. എന്ന് വെച്ചാൽ ഇത് കാർട്ടീഷ്യനിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആർ ക്യാപ്പിനെ അതിനേക്ക് അങ്ങ് പുറത്തെടുക്കാം. പക്ഷേ ഇത് വേറെ ഏതെങ്കിലും കോർഡിനേറ്റ് സിസ്റ്റം ആണെങ്കിൽ നിങ്ങൾ അവിടെ എന്താണോ അതനുസരിച്ച് ചെയ്യേണ്ടി വന്നേക്കാം. ഓക്കെ, അത്രേ നമ്മൾ പറഞ്ഞുള്ളൂ. അതായത് ചില സ്ഥലങ്ങളിൽ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജനറലി ഇക്വേഷൻ എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നമുക്ക് അങ്ങനെയുള്ള കേസുകൾ വരില്ല, എന്ന് വെച്ചാൽ ഡിഗ്രി ലെവൽ വരില്ല. പക്ഷേ ആർ ക്യാപ്പ് എവിടെ കിടക്കണം, ഇതിനകത്ത് തന്നെ ഉള്ള ആളാണ്. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ എ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇനി അപ്പം ജനറലി കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസ് ഇതാണ്. ദാറ്റ് ഈസ് ഇ ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റഗ്രൽ ഡി ക്യൂ ബൈ ആർ ഇൻറ്റു ആർ ക്യാപ്പ്, വേർ ക്യാപിറ്റൽ ആർ ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ്. അത് നിങ്ങൾ മറക്കരുത്. ആർ എന്ന് പറയുന്നത് എന്തല്ല, ആർ ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ്. ഇൻറ്റഗ്രലിനകത്ത് തന്നെ ഇടണം, ഇറ്റ്സ് എ മസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇനി ചാർജ് ഡിസ്ട്രിബ്യൂഷൻ പലതരത്തിലുണ്ട്. ഓക്കെ, ഒന്നുകിൽ എന്താവാം, ഇറ്റ് ക്യാൻ ബി ഓവർ എ ലൈൻ. ഇപ്പോൾ ലൈനിലാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഐ ഡിഫൈൻ സംതിങ് കോൾഡ് ലാംഡ വിച്ച് ഈസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി എൽ, ദാറ്റ് ഈസ് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. സോ ഡി ക്യൂവിൻ്റെ ഇക്വേഷൻ എന്താവും, ഡി ക്യൂ ഈസ് ഈക്വൽ ടു ലാംഡ ഡി എൽ. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും, വി കോൾ ഇറ്റ് ആസ് ലീനിയർ ചാർജ് ഡെൻസിറ്റി. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഈ ലീനിയർ ആയിട്ടുള്ള സാധനത്തിനെയും വേണമെങ്കിൽ എനിക്കൊരു വോളിയമായിട്ടൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ എനിക്ക് എളുപ്പം എന്താണ്, ലീനിയർ ആയിട്ട് എടുക്കുന്നതാണ്. അല്ലെങ്കിൽ ലൈനാണ് അതിൻ്റെ മെയിൻ ഡയമെൻഷൻ എന്നുണ്ടെങ്കിൽ ലൈൻ മാത്രമേ ഉള്ളൂ. ആ ലെങ്ത്തിനാണ് ഇമ്പോർട്ടൻസ് എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ മതി. ഇവിടെയും കൊണ്ടുവന്ന് വോളിയം സർഫസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇനി സർഫസ് ആണ്, 2 ഡയമെൻഷൻസ് ഉള്ള ഒരാളാണ്, ആ 2 പേർക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ ഐ ക്യാൻ define a new charge density, that is dq by dl, that is surface charge density. So dq is equal to charge per unit length alla, unit surface area, we call it as dq by ds, or dq is equal to sigma ds. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, ഡി ക്യൂ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. സിമിലർലി നിങ്ങൾക്കൊരു വോളിയമാണുള്ളതെന്നുണ്ടെങ്കിൽ, ഓക്കെ, വോളിയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വി യൂസ് ദ സിമ്പിൾ റോ ഈസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടോ ഓർ ഡി വി, രണ്ടായാലും കുഴപ്പമില്ല. സോ ഡി ക്യൂ ഈസ് ഈക്വൽ ടു റോ ഡി ടോ.
സോ ഡി ക്യൂവിന് നമുക്ക് 3 ഡിഫറൻറ്റ് ഇക്വേഷൻസ് കിട്ടി. ഓക്കെ, ഡി ക്യൂവിന് ഒരു ഇക്വേഷൻ ഇത്, ഒരു ഇക്വേഷൻ ഇത്, ഒരു ഇക്വേഷൻ ഇത്. ഈ 3 പേരെ എനിക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തേക്ക് സൗകര്യപ്രദമായ രീതിയിൽ എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒരു ലൈൻ കാരണമുള്ള ലൈൻ ചാർജ് ഡെൻസിറ്റിയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, സർഫസ് ആണ് തന്നിരിക്കുന്നത്, റോ ആണ് തന്നിരിക്കുന്നത്, അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഈച്ച് വാല്യൂസ്. അപ്പോൾ ഈക്ക് നമുക്ക് എത്ര ഇക്വേഷൻ കിട്ടും, ഓരോന്നനുസരിച്ച് 3 ഇക്വേഷൻസ് ഉണ്ടാക്കാം. ദാറ്റ് ഈസ് ഒന്ന് ഇ ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻ്റഗ്രൽ ലാംഡ ഇൻറ്റു ലാംഡ എടുത്ത് പുറത്ത് വെക്കരുത്, കാരണം ലാംഡയും എന്ത് ചെയ്യാം, ഡിസ്റ്റൻസിനനുസരിച്ച് വേരി ചെയ്യുന്ന ലാംഡ ഉണ്ടാവാം. ഓക്കെ, അതായത് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താവണം എന്നില്ല, കോൺസ്റ്റൻ്റ് ആവണം എന്നില്ല. നമ്മൾ +2 പഠിച്ചപ്പോൾ ഇതൊക്കെ യൂണിഫോം അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആണെന്ന് എടുത്തിട്ടാണ് ചെയ്തത്. പക്ഷേ ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ അങ്ങനെയല്ല. ചിലപ്പം ലെങ്തിനനുസരിച്ച് വേരി ചെയ്യുന്ന ചാർജ് ഡെൻസിറ്റി ഉണ്ടാവാം. എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്, ഇങ്ങനെ വിചാരിക്കുക, ലാംഡ ഈസ് ഈക്വൽ ടു, ഇത് നിങ്ങൾക്കൊരു വയർ തന്നിരിക്കുകയാണ് ഓഫ് ലെങ്ത് L. ഓക്കെ, ലാംഡ ഈസ് ഈക്വൽ ടു എക്സ് കൂളം പെർ മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം, ഇതിൻ്റെ കോർഡിനേറ്റ് ഇത് 0യും ഇത് L-ഉം ആണ്. എന്ന് വെച്ചാൽ ലാംഡ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. 1 സെൻറ്റിമീറ്ററിലുള്ളതെന്ന് പറഞ്ഞാൽ 1 കൂളം പെർ മീറ്റർ ആയിരിക്കും. 1 കൂളം പെർ മീറ്റർ ആയിരിക്കും. എക്സിൻ്റെ വാല്യൂ എന്തോ അത് വരും. ഇവിടെ വരുന്ന സമയത്ത് വേറൊന്നായിരിക്കും ഇവിടെ വരുന്നത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈനിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ ചാർജിൻ്റെ അളവ് കൂടി വരും. ഓക്കെ, അങ്ങനെയുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ടാവാം. അപ്പോൾ അതിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ ലാംഡ എന്തല്ല, ലാംഡ ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ് ജനറലി. അതുകൊണ്ട് അതും എവിടെ വരണം, ഇൻ്റഗ്രലിൽ വരണം. പക്ഷേ ലാംഡ കോൺസ്റ്റൻ്റ് ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എടുത്ത് പുറത്താക്കാം. സോ ലാംഡ dl/r × r ക്യാപ്. ഓക്കെ, സിമിലർലി E ഈസ് ഈക്വൽ ടു 1/4πε0 സിഗ്മ ds/r ഇൻറ്റു, സോറി ഇവിടെ ഒരു r² ഉണ്ടല്ലേ, നിങ്ങൾ ഇത്ര നേരം നോക്കിക്കൊണ്ടിരിക്കരുത്, ഇവിടെ എല്ലാം ഒരു r² ഉണ്ടേ. ഇവിടെ എല്ലാം ഒരു r² ഉണ്ട്, മറക്കല്ലേ. സോ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനാണ്, സിമ്പിളി r² ഇൻറ്റു d. ഓക്കെ, കഴിഞ്ഞു, r² × r ക്യാപ്. ആൻഡ് E ഈസ് ഈക്വൽ ടു, വൺ മോർ ഇക്വേഷൻ ഈസ് ദെയർ, 1/4πε0 ഇൻ്റഗ്രൽ റോ d ടോ ബൈ r² ഇൻറ്റു r ക്യാപ്. അങ്ങനെ 3. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് എല്ലാത്തിനും ഉണ്ട് കേട്ടോ r². ഇങ്ങനെ നമുക്ക് 3 ഇക്വേഷൻസ് 3 കേസിൽ, ലൈൻ ആണെങ്കിൽ, സർഫസ് ആണെങ്കിൽ, വോളിയം ആണെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ഇനി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ പരിപാടി തീർന്നു എന്നാണ് ഗ്രിഫിത്ത് ആക്ച്വലി പറയുന്നത്. ഇനി ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഇനി കുറേ പൊട്ടൻഷ്യൽ അത് ഇതെന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതെല്ലാം എന്തിനുള്ളതാണ്, ആക്ച്വലി ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള കുറേയധികം ടെക്നിക്സ് മാത്രമാണ് എന്നാണ് ഗ്രിഫിത്തിൽ പറയുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് നോക്കണം. ഓക്കെ, നമ്മൾ ഇത്രയും പാർട്ടിൽ വെച്ചിട്ട് നമ്മൾ ഇന്നത്തെ തിയറി നിർത്തുകയാണ്. ഇനി നമുക്ക് പ്രോബ്ലം സെക്ഷനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിവ്യൂ ചെയ്യാം. ഓക്കെ, ആദ്യം പറഞ്ഞത് എന്താണ് സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞു, എന്താണ് ചാർജ്, സോഴ്സ് ചാർജ് എന്ത് ചെയ്യാൻ പാടില്ല, മൂവ് ചെയ്യാൻ പാടില്ല. ദെൻ നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒറിജിനിൽ നിന്ന് സോഴ്സിലേക്ക് വരയ്ക്കുന്നതാണ് പൊസിഷൻ വെക്ടർ ഓഫ് സോഴ്സ് ചാർജ്, ഒറിജിനിൽ നിന്ന് ഫീൽഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്നത് പൊസിഷൻ വെക്ടർ ഓഫ് ഫീൽഡ് പോയിന്റ്, ആൻഡ് സോഴ്സിൽ നിന്ന് ഫീൽഡിലേക്ക് വരയ്ക്കുന്നതിനെ സെപ്പറേഷൻ വെക്ടർ എന്നും വിളിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെപ്പറേഷൻ വെക്ടർ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. എന്താണ്, r ഈസ് ഈക്വൽ ടു r - r'. ഓക്കെ, അത് നമുക്ക് ഓരോ കേസിലും എഴുതി തന്നെ പഠിക്കാം. കുറേ ആകുമ്പോൾ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ദെൻ കൂളംസ് ലോ, ദാറ്റ് ഈസ് q⁴/r² × r ക്യാപ്. ഓരോ ആറും എഴുതുമ്പോൾ എന്ത് മറക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തോർക്കണം, ഓരോ ആറിന് പിന്നിലും ഒരു സ്മോൾ ആറുകൾ 2 പേര് ചേർന്നിട്ടാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി വേറെ 1-2 ചോദ്യങ്ങളുണ്ട്. ഇതെല്ലാം +2 പറയുന്നതായിട്ടാണ്. ഇത് അട്രാക്റ്റീവ് ആണോ റിപ്പൾസീവ് ആണോ എന്നൊക്കെ ആര് തീരുമാനിക്കും, ക്യൂവിൻ്റെയും ക്യാപിറ്റൽ ക്യൂവിൻ്റെയും എന്താണ് സൈൻ തീരുമാനിക്കും, പൊളാരിറ്റി തീരുമാനിക്കും, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. ഓക്കെ, പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ അതെന്തായിക്കോളും, അൺലൈക്ക് ആണെങ്കിൽ അട്രാക്റ്റീവ് ആയിക്കോളും, ലൈക്ക് ആണെങ്കിൽ റിപ്പൾസീവ് ആയിക്കോളും. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കലി മാറിക്കോളും. ഈ ഇക്വേഷനിൽ വേറെ ഒരു വേരിയേഷനും ആവശ്യമില്ല, ഇങ്ങനെ വെറുതെ കൊടുത്താൽ മാത്രം മതി. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ആറും കൂടെ വരുമ്പോൾ സാധനം എക്സാക്ട്ലി ആയിക്കോളും. സപ്പോസ് നിങ്ങൾ വിചാരിക്കുക ക്യൂ എന്ന് പറയുന്ന മൈനസ് ആണെങ്കിൽ ഇവിടെ എന്ത് വരും, ഒരു -r. ആ മൈനസ് കയറി ഇതിൻ്റെ കൂടെ വരും, എന്ന് വെച്ചാൽ തിരിച്ചാവും ഫോഴ്സ്. ദാറ്റ് മീൻസ് ക്യൂവിനെ അട്രാക്ട് ചെയ്യും. സോ ഓട്ടോമാറ്റിക്കലി സൈൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദിസ്. ഓക്കെ, നമുക്കിനി സൈനിനെ സെപ്പറേറ്റ് 2 ഇക്വേഷൻ ആക്കുകയൊന്നും വേണ്ട.
പിന്നെ നമ്മൾ പറഞ്ഞത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഫോഴ്സ് ഡ്യൂ ടു മൾട്ടിപ്പിൾ ചാർജസ് ആണ്. ദാറ്റ് ഈസ് രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സിനെ മൂന്നാമതൊരാൾക്ക് യാതൊരു എഫക്റ്റും ഇല്ല. എന്ത് ചെയ്താൽ മതി, രണ്ട് പേര് തമ്മിലുള്ള കാൽക്കുലേറ്റ് ചെയ്യുക, അങ്ങനെ എത്ര പേരുണ്ടോ അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുക, ദെൻ ടേക്ക് ദ വെക്റ്റർ സം. ഓക്കെ, ആ വെക്റ്റർ സമ്മിനെ സമ്മേഷൻ ഫോമിൽ ഇങ്ങനെ എഴുതാം. ഓക്കെ, ദെൻ സമ്മേഷൻ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുനിന്നൊരു ക്യൂവിനെ ഇങ്ങനെ പുറത്താക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ഡിഫൈൻ എ ന്യൂ ക്വാണ്ടിറ്റി കോൾഡ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഡിഫൈൻ ചെയ്തു. ഇലക്ട്രിക് ഫീൽഡ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞു. സോ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ചാർജസ് എന്തല്ല, പോയിൻ്റ് ചാർജസ് ആവണം എന്നില്ല, നമുക്ക് എന്തും വരാം, ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ടാവാം. അങ്ങനെ ചാർജ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞത്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആക്ച്വലി ഇൻ്റഗ്രേഷനാണ് ചെയ്യുന്നത്. ഓരോ ചാർജ് എലമെൻസിനെ എടുത്ത് അതിൻ്റെ എല്ലാം ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്ത് സമ്മേഷൻ, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് സം, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ആൻ ഇൻ്റഗ്രൽ. സോ ഇൻ്റഗ്രൽ ഡി ക്യൂ ബൈ, നിങ്ങൾ തിരുത്തണേ, മറക്കല്ലേ, ഞാൻ ആർ സ്ക്വയർ ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു, ഡി ക്യൂ ബൈ ആർ സ്ക്വയർ ആർ ക്യാപ്പ് എന്ന് എഴുതാം. ഇവിടെ വീണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു, ഈ ആർ സ്ക്വയർ എന്ന് പറയുന്നതും ആർ ക്യാപ്പ് എന്ന് പറയുന്ന സാധനങ്ങളും ജനറലി എന്തല്ല, കോൺസ്റ്റൻസ് അല്ല. സാധാരണ നമ്മൾ ഈ ക്യാപിറ്റൽ ആർ കാണുമ്പോഴേ കോൺസ്റ്റൻ്റ് എന്ന് തോന്നാനൊരു റീസൺ ഉണ്ട്. കാരണം യൂഷ്വലി റേഡിയസ് എന്ന് തന്ന റേഡിയസിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ആർ എന്ന് എടുക്കാറ്. ഓക്കെ, പക്ഷേ നമ്മൾ ഗ്രിഫിത്തിലെ നൊട്ടേഷൻ അനുസരിച്ച് അത് പ്രശ്നമില്ല. ഗ്രിഫിത്തിൽ അതിന് പകരം ഉപയോഗിക്കുന്ന ഈ നൊട്ടേഷനാണ്, അപ്പോൾ ഈ പ്രശ്നമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് റൈറ്റ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ നൊട്ടേഷൻ പറഞ്ഞത്. അപ്പോൾ ക്യാപിറ്റൽ ആർ കോൺസ്റ്റൻ്റ് അല്ല, ഇൻഫാക്റ്റ് ആർ ക്യാപ്പും കോൺസ്റ്റൻ്റ് അല്ല. ഇനി അങ്ങോട്ട് വരുമ്പോൾ ഉള്ളത് സർഫസ് ചാർജ് ഡെൻസിറ്റി. സോ സർഫസ് ചാർജ് ഡെൻസിറ്റി, വോളിയം ലൈൻ ചാർജ് ഡെൻസിറ്റി, ഇത് വെച്ചിട്ട് ലാംഡ ഡി എൽ, ലാംഡ ഡി സിഗ്മ ഡി എസ്, റോ ഡി ടോ എന്നുള്ള ഫോമിലേക്ക് മാറ്റി നിങ്ങൾക്ക് ഈ ഒരു സിംഗിൾ ഇക്വേഷനെ നിങ്ങൾക്ക് 3 രീതിയിലേക്ക് മാറ്റാം. ആ 3 രീതിയിലേക്ക് മാറ്റിയ ഇക്വേഷൻസ് ആണ് ഈ എഴുതി വച്ചിരിക്കുന്നത്. ഈ ഇക്വേഷൻസ് നിങ്ങൾക്ക് ആവശ്യമുള്ളവയാണ്. ഈ പറഞ്ഞ ബോക്സിലുള്ള ഇക്വേഷൻസ് എല്ലാം ആവശ്യമുള്ളവയാണ്. ഇതാണ് നമ്മുടെ കാര്യം. അപ്പോൾ ഇനി നമുക്ക് ഓരോരോ പ്രോബ്ലംസ് ആയിട്ട് ചെയ്ത് പോവാം. ഓക്കെ ഓക്കെ ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ് ഒന്ന് ഗ്യാപ്പ് എടുത്തോ, ഞാൻ ആ ക്വസ്റ്റ്യൻസ് അപ്പോഴത്തേനൊന്ന് അറേഞ്ച് ചെയ്യാം. ത്തിലേക്ക് പോവാം. ഫസ്റ്റ് പ്രോബ്ലം നിങ്ങൾ ചെയ്യുക. ഇത് ആക്ച്വലി വളരെ രസമുള്ളൊരു പ്രോബ്ലമാണ്. 12 ഈക്വൽ ചാർജസ് Q ആർ സിറ്റുവേറ്റഡ് അറ്റ് ദ കോർണേഴ്സ് ഓഫ് എ റെഗുലർ 12-sided പോളിഗൺ. ഓക്കെ, ഒരു 12-sided പോളിഗണിൻ്റെ റെഗുലറാണ് എന്ന് വെച്ചാൽ എല്ലാ സൈഡും ഈക്വൽ ആണ്. ഓക്കെ, ഫോർ ഇൻസ്റ്റൻസ് സിമെട്രിക്കലായിട്ടുള്ളൊരു പോളിഗണാണ്. വൺ ഓൺ ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ വിചാരിക്കുക, ഫോർ ഇൻസ്റ്റൻസ് 1 ഓൺ ഈച്ച് ന്യൂമറൽസ് ഓഫ് എ ക്ലോക്ക് ഫേസ്. വാട്ട് ഈസ് ദ നെറ്റ് ഫോഴ്സ് ഓൺ എ ടെസ്റ്റ് ചാർജ് Q അറ്റ് ദ സെൻറ്റർ. ഓക്കെ, നമുക്ക് ആദ്യത്തെ പാർട്ട് നോക്കാം, എന്നിട്ട് ബാക്കി ഓരോ നോക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അതിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അതായത് ഒരു ക്ലോക്ക് ഫേസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ക്ലോക്ക് ഫേസിൽ സ്പിനോ 12 ന്യൂമറൽസ് ഉണ്ട്, 2 എണ്ണം, അതെല്ലാം ഈക്വലി സ്പേസ്ഡ് ആയിരിക്കും. ഓക്കെ, ഈ 12 അടുത്തും എന്ത് വെച്ചിട്ടുണ്ട്, ക്യൂ എന്ന്, ക്യൂ ക്യൂ ക്യൂ, ഞാനെല്ലാം ഇങ്ങനെ എഴുതുന്നില്ല, ഒരു ഭംഗിയില്ല. ഓക്കെ, അപ്പോൾ ഈ 12 പോയിന്റിൽ എന്തുണ്ട്, ഓരോ ചാർജസ് ഉണ്ട്, എല്ലാം എന്താണ്, ക്യൂ ചാർജ്, 12 ക്യൂസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ 12 ക്യൂസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എക്സാക്റ്റ് മിഡ് പോയിന്റിൽ, ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ക്യാപിറ്റൽ ക്യൂ ഉണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ ദ ക്യാപിറ്റൽ ക്യൂ? ആൻസർ ഒന്ന് പറയാമോ? ഒന്നിൽ പറയാം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടാലും മതി, ചാറ്റിലിട്ടാൽ മതി, നോക്കിക്കോളാം. എനിക്കിത് പല രീതിയിൽ ആലോചിക്കാം. ഇത്രയും ടൈം എടുക്കുന്നത് വെറുതെ നോക്കിയിട്ട് ചെയ്യാം, വെറുതെ ആലോചിച്ച് പറഞ്ഞാൽ മതി. ഓക്കെ, അതെ, 0 ആണ് ആൻസർ. എന്താ 0 വന്നേ? അതാണ് ചോദ്യം. ഓക്കെ 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 ഫൈൻ, അതൊരു നല്ല ചിന്തയാണ്, കുഴപ്പമില്ല. അതായത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ 12-ന് നേരെ ഓപ്പോസിറ്റ് ആരുണ്ടാവും, 6 ഉണ്ടാവും. ഓക്കെ, അപ്പം ഇത് തമ്മിലുള്ള ഈ ക്യൂവിനെ, ഈ ക്യൂ എന്ത് ചെയ്യും, സ്മോൾ ക്യൂ എന്ത് ചെയ്യും,
ഇതിനെ ഇങ്ങോട്ട് പുഷ് ചെയ്യും, ഇത് അങ്ങോട്ട് പുഷ് ചെയ്യും. The distance is equal, so the magnitude of the forces are equal, but it is in opposite direction. So the net force due to this 2 is 0. അതേപോലെ ഇവിടെ 3-ലുണ്ട് 9-ലുണ്ട് തമ്മിൽ ക്യാൻസലായി പോകും. ഇവിടെ 4-ലുണ്ട് 10-ലുണ്ട് തമ്മിൽ ക്യാൻസലായി പോകും. അങ്ങനെ എല്ലാ പെയറും പരസ്പരം ക്യാൻസലായി പോയാൽ നമുക്ക് നെറ്റ് ഫോഴ്സ് 0 എന്ന് കിട്ടും. ഓക്കെ, അതാണ് നമ്മൾ സാധാരണ പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇനി അടുത്ത പാർട്ട് ഓക്കെ, നോ പ്രോബ്ലം. ഇനി അടുത്ത ചോദ്യം ഇതാണ്, നമുക്കിതിനകത്തോട്ട് വീണ്ടും വരും. ഇത്രയും പേരുണ്ടായിരുന്നതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, സപ്പോസ് ഇനി ആ ക്വസ്റ്റിൻ്റെ ബാക്കി പാർട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ പാർട്ടിൻ്റെ ഉത്തരം കിട്ടി, എന്താണ്, എയുടെ ഉത്തരം 0. ഓക്കെ, എന്ത് ചെയ്യേണ്ടി വന്നില്ല, ഒന്നും കാൽക്കുലേഷൻ വേണ്ടി വന്നില്ല. ഇറ്റ്സ് ഓക്കെ, ഫൈൻ. ഇനി ബി പാർട്ട് നോക്കുക. സപ്പോസ് വൺ ഓഫ് ദ 12 ക്യൂസ് ഈസ് റിമൂവ്ഡ്. സപ്പോസ് ദ വൺ അറ്റ് 6 o'clock, 6 o'clock ക്യൂവിനെ റിമൂവ് ചെയ്തു. വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ ക്യാപിറ്റൽ ക്യൂ? എക്സ്പ്ലെയിൻ യുവർ റീസണിങ് കെയർഫുള്ളി. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, 6 എന്ന് പറയുന്ന സ്ഥലത്തിരുന്ന ഒരു ചാർജ് ഉണ്ടായിരുന്നു, അതിനങ്ങ് റിമൂവ് ചെയ്തു. ഇപ്പോൾ 6-ൽ എന്തില്ല, ചാർജില്ല. ഇവിടെ ഉണ്ടായിരുന്ന ചാർജിനെ ഞാൻ എന്ത് ചെയ്തു, റിമൂവ് ചെയ്തു. ഓക്കെ, കാണുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നൗ ഇതിൻ്റെ ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ ഇതാണ്, നൗ വാട്ട് ഈസ് ദ നെറ്റ് ഫോഴ്സ് ഓൺ ക്യൂ? ഓക്കെ, ക്യൂവിൻ്റെ മാഗ്നിറ്റ്യൂഡും പറയണം, അത് ഏത് ഡയറക്ഷനിലാണെന്നും. ഡയറക്ഷൻ പറയാൻ ഇത്രേ ഉള്ളൂ, ടുവേഴ്സ് 3, ടുവേഴ്സ് 1, ടുവേഴ്സ് 2, അല്ലെങ്കിൽ ടുവേഴ്സ് 9, ടുവേഴ്സ് 12 എന്നിങ്ങനെ പറഞ്ഞാൽ മതിയോ, അല്ലെങ്കിൽ ടുവേഴ്സ് 6, അങ്ങനെ ഡയറക്ഷൻ പറയാമല്ലോ. ഈ പ്രോബ്ലത്തിൽ നിങ്ങൾ വെക്ടർ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. അപ്പം ബി പാർട്ടിൻ്റെ ആൻസർ ഒന്ന് പറയൂ. മാഗ്നിറ്റ്യൂഡും കൂടെ പറയോ. ഓക്കെ, കെ ക്യൂ ബൈ ആർ. നമുക്ക് ഇതിനെ നമുക്ക് തൽക്കാലം ആർ എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ കെ എന്ന് പറയുമ്പം 1/4πε0 ആണെന്ന് അറിയാമല്ലോ. ഓക്കെ, അതെപ്പോഴും എഴുതേണ്ട കാര്യമില്ല. സോ 1/4πε0 ഇസ്, ഞാൻ ഈ ε0 ഒക്കെ പറഞ്ഞില്ല. ഇറ്റ് ഈസ് ദ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, മീഡിയം, ഡിപ്പെൻഡൻ്റ് ആണ്. ഞാൻ അതൊക്കെ നിങ്ങൾ +1 പഠിച്ചിട്ടുള്ളതാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, നോ പ്രോബ്ലം. ഓക്കെ, കുറേ കാര്യങ്ങളുണ്ട്, ജസ്റ്റ് പറഞ്ഞേക്കാം. അതായത് 1/4πε0യ്ക്കകത്ത് ε0 എന്ന് പറയുന്നത് ഈസ് കോൾഡ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയമാണ്. ഓക്കെ, അപ്പം ഇത് ഈ കേസിൽ മീഡിയം എയർ എന്നെടുത്തിട്ടാണ്. എയർ ഓർ വാക്വം ആണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് ε0. ഇനി ഏതെങ്കിലും മീഡിയം ആണെങ്കിൽ അതിന് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ഇൻ ജനറൽ നമ്മൾ എപ്സിലോൺ എന്ന് എഴുതും. ഓക്കെ, റേഷ്യോ ഓഫ് എപ്സിലോൺ ടു ε0 ഈസ് കോൾഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓർ εr, ഓർ വി കോൾ ഇറ്റ് ആസ് കെ. ഇതിനെ കെ എന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് വീണ്ടും കൺഫ്യൂഷൻ ഉണ്ടാവും. പോട്ടെ, അത് വേറെ കെ ആണ്, നോട്ട് ദിസ് കെ. ദിസ് ഈസ് കോൾഡ് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ചില പ്രോബ്ലത്തിൽ നമുക്ക് എന്തേ തരത്തുള്ളൂ, εr വാല്യൂ ആയിരിക്കും തരിക. അങ്ങനെയാണ് εr വാല്യൂ തരികയാണെങ്കിൽ എപ്സിലോൺ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ε0 εr യൂസ് ചെയ്താൽ മതി. ഓക്കെ, +2 ലെവൽ സാധനമാണ്, പക്ഷേ നമ്മൾ മറന്നു പോകും, സ്വാഭാവികം, എങ്കിലും നോക്കിയതാണ്. അപ്പോൾ എനിവേ ക്യൂ ഈ കെ എന്ന് പറയുന്നത് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് അല്ല, 1/4πε0യെ മൊത്തത്തിൽ ചേർത്ത് കെ എന്ന് വിളിച്ചാണ്. ഓക്കെ, ബൈ r². ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, ടുവേർഡ്സ് 6 o'clock അല്ലേ, ടുവേർഡ്സ് 6 o'clock. നൗ ഇനി അടുത്ത പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എക്സ്പ്ലെയിൻ യുവർ റീസണിങ്. വാട്ട് ഈസ് ദ റീസണിങ്? വൈ ഈസ് ഇറ്റ് സോ? എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങോട്ടാണ് ആ ഫോഴ്സ് എന്ന് പറഞ്ഞത്? ഇത് നിങ്ങൾ ആക്ച്വലി ഈ പ്രോബ്ലം ചെയ്യേണ്ട എങ്ങനെയാണെന്ന് നമ്മൾ +2 ചെയ്തിട്ടുണ്ട്. ഞാനതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അടുത്ത ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ പറയാം. ജസ്റ്റ് നിങ്ങൾക്കറിയാം, പണ്ട് ട്രയാങ്കിളിൻ്റെ 3 വെച്ചിരിക്കുന്ന ചാർജ്, ഇതൊരു വലിയ പ്രോബ്ലം ആയിരുന്നു. +2 നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതെന്തോ വലിയ പ്രോബ്ലം ആയിരുന്നു അല്ലേ. ഇതിൻ്റെ സെൻറ്ററിലെ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഫോഴ്സ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇങ്ങോട്ടുണ്ട്, ഇതൊക്കെ കൂടെ എടുത്തിട്ട് കമ്പോണൻസ് എടുത്ത് ആഡ് ചെയ്ത് ഫുള്ള് കൊളാക്കി നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, പോട്ടെ. അപ്പോൾ അതല്ല നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്ത് നോക്കാണ്ട് ഇതിൻ്റെ ആൻസർ പറയാനാണ് ശ്രമിക്കേണ്ടത്. ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം, എത്ര പേരുണ്ട് അതിൻ്റെ വെക്ടർ നമുക്ക് എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ അതൊന്നും വേണ്ട. സോ വാട്ട് ഈസ് യുവർ റീസണിങ്? വെറുതെ ഇങ്ങനൊരു ഉത്തരം പറയില്ലല്ലോ. നമ്മൾ എന്തുത്തരം പറയുന്ന, ഒരു തെറ്റുത്തരമായാലും ശരി ഉത്തരമായാലും പറയുമ്പോൾ ഇത് ആൻസർ കറക്റ്റാണ്, നിങ്ങളെങ്ങനെ എത്തി ഈ ഉത്തരത്തിൽ?
എങ്കിലേ ആൻസർ ആവും, ഇല്ലെങ്കിൽ നമ്മൾ സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് എന്താണ് ഇതിന് ഇങ്ങനെ ഈ ഉത്തരം അല്ലെന്ന് അഭിപ്രായമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും പറഞ്ഞു കേട്ടോ. അല്ല ഇതെങ്ങനെ കിട്ടി, അതായത് ഈ റീസണിങ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നുമില്ല, എന്തുകൊണ്ട് ഇതെങ്ങനെ കിട്ടി, എങ്ങനെ കിട്ടിയെന്നേ ഉള്ളൂ ചോദിച്ചുള്ളൂ. സിമ്പിളായിട്ട് അത്രേ ഉള്ളൂ. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഡയറക്ഷൻ കിട്ടിയതാണോ മാഗ്നിറ്റ്യൂഡ് കിട്ടിയതാണോ? രണ്ടും വേണം. മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ രണ്ട് ചാർജസ് തന്നിട്ടുണ്ട്, അത് തമ്മിലുള്ള സെപ്പറേഷനും അറിയാം. അങ്ങനെയാണെങ്കിൽ അവരെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഫോർമുല വെച്ചാണ് മാഗ്നിറ്റ്യൂഡ് ചെയ്യുന്നത്, അങ്ങനെയല്ലേ? ഓക്കെ, അപ്പം ഞാൻ ചോദിച്ചത്, എൻ്റെ ഡൗട്ട് ഇതാണ്, ഇപ്പോൾ ഇവിടെ എത്ര ചാർജ് ഉണ്ട്? 11 പേരുണ്ടല്ലേ അല്ലേ? 12 നിന്നും ഒരാൾ മാറ്റി ബാക്കി 11 പേരുണ്ട്. 11 പേരിൽ ഇവിടെ ഒരു ക്യൂവിനെ മാത്രമല്ലേ ഇയാൾ എടുത്തിട്ടുള്ളൂ. ആക്ച്വലി ബാക്കിയെല്ലാം ബാലൻസ് ചെയ്ത് പോകത്തില്ലേ എന്ന് പറഞ്ഞാൽ ആ എടുത്ത് മാറ്റാത്തൊരു ഇതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ 12 ഇരുന്ന ചാർജ് അതും ക്യാൻസൽ ആയി പോകുമായിരുന്നു. അവിടെ ഒരു ചാർജ് ഇല്ല, അപ്പൊ അങ്ങോട്ടായിരിക്കത്തില്ലേ കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ ഫൈൻ ഫൈൻ. അപ്പം റീസണിങ് കറക്റ്റാണ്. അതായത് ഇത്രേ ഉള്ളൂ. ഞാൻ പറയാം, ഞാനിപ്പോൾ പറയാൻ പോകുന്നതാണോ കറക്റ്റ് എന്ന് പറയണം. നിങ്ങൾ കറക്റ്റാണോ എന്നല്ല, നിങ്ങൾ ഉദ്ദേശിച്ചതാണോ എന്ന്. അതായത് 9ഉം 3ഉം ഇവിടെ ചാർജ് ഉണ്ട്, ഇവർ തമ്മിൽ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ ഇവിടെ ഇരിക്കുന്ന ഇതെത്ര വരും? 8ഉം 1ഉം കൂടെ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോകും. അതേപോലെ ഇവർ രണ്ടുപേരും എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെ ഇത് രണ്ടും ബാക്കി എല്ലാവരും ക്യാൻസൽ ചെയ്ത് പോകും. ആര് മാത്രം പോവില്ല? നമ്മുടെ 12 ഓപ്പോസിറ്റ് ഒരു, അതായത് 12 ഇവിടുന്ന് ഇങ്ങോട്ട്, അതായത് 12 ഓപ്പോസിറ്റ് ഒരു ക്യൂ ഉണ്ടായിരുന്നപ്പോൾ ഓക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? രണ്ടുപേരൂടെ ബാലൻസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്യില്ല? ബാലൻസ് ചെയ്യാൻ ആളില്ല. ബാക്കി 11 പേരിൽ 10 പേരും എന്ത് ചെയ്തു? പരസ്പരം ക്യാൻസൽഡ് ആയി പോയി. പിന്നെ ആകെ ഈ ഒരാളും ഈ ക്യൂവും തമ്മിലുള്ള ഫോഴ്സ് മാത്രം എടുത്താൽ മതി. ദാറ്റ് ഫോഴ്സ് ഈസ് QQ ബൈ ആർ സ്ക്വയർ. വീണ്ടും ഞാൻ ഈ സ്ക്വയർ ഇടാൻ മറക്കുന്നു. ഓക്കെ, QQ ബൈ ആർ സ്ക്വയർ ഇൻറ്റു K. ഇറ്റ്സ് ഓക്കെ ഫൈൻ. ഇനി അതിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ട് വരും. രണ്ടും ക്യൂ ക്യാപിറ്റൽ അല്ലെങ്കിൽ പോസിറ്റീവ് എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ക്യൂ ഇതിനെ ഇങ്ങോട്ട് പുഷ് ചെയ്യും. ദാറ്റ് മീൻസ് ടുവേർഡ്സ് 6. ഓക്കെ, ഇതാണോ നിങ്ങൾ ഉദ്ദേശിച്ച റീസണിങ്? ഈ റീസണിങ് കറക്റ്റാണ്, ഉത്തരം കറക്റ്റാണ്, ഈ റീസണിങ് കറക്റ്റാണ്. ഇതാണോ നിങ്ങൾ ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ ചോദിച്ചത്. അതെ സാർ, ഇത് തന്നെയാണ്. ഓക്കെ ഫൈൻ. നിങ്ങൾ ബാക്കി ആരെങ്കിലും കൂടെ ഒക്കെ ആൻസർ ചെയ്താൽ കൊള്ളാട്ടോ. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ ആണ്. ഇൻസ്റ്റെഡ് ഓഫ് ദിസ് അതിൻ്റെ അടുത്ത പാർട്ടിലേക്ക് പോവാം. അടുത്ത പാർട്ടിൽ എന്താണ് പറയുന്നത്? സി. നൗ 13 ഈക്വൽ ചാർജസ്, ഓക്കെ, അതായത് ക്യൂ എല്ലാം ക്യൂ ഈച്ച് ആർ പ്ലേസ്ഡ് അറ്റ് ദ കോർണേഴ്സ് ഓഫ് എ റെഗുലർ 13-sided polygon. Okay, now it is not a 12-sided polygon, it is a 13-sided polygon. What is the force on a test charge Q at the center? Okay, അപ്പോൾ നമുക്കിപ്പോൾ ഉള്ളത് എന്താണ്? ഓക്കെ, ഒരു റെഗുലർ 13-sided സാധനമാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും. 9, 10, 11, 12, 13. ഓക്കെ, അപ്പം ഇത് റെഗുലർ അല്ല, ഞാൻ എനിവേ 13 എണ്ണി വരച്ചു എന്നേ ഉള്ളൂ. എനിവേ ഇവിടെ നോക്കിയാൽ നമുക്ക് അന്നേരം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ 13-sided പോളിഗൺ ആണെങ്കിൽ വാട്ട് ഈസ് ദ ഫോഴ്സ് അറ്റ് ദ സെൻറ്റർ? F on Q. 13 ഈക്വൽ ചാർജസ്. സീറോ ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ റീസണിങ്?
റെഗുലർ അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓക്കെ ഓക്കെ ഫൈൻ ഫൈൻ. സീറോ ആണോ സർ കറക്റ്റ്? സീറോ ആണ് ആൻസർ. എനിക്ക് റീസണിങ് ആണ് പ്രശ്നം. ഈ റീസണിങ് വരുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. റെഗുലർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും എല്ലാ റെഗുലറിനും ഈക്വൽ ആണെന്നൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇതുവരെ പഠിച്ചിട്ടില്ല അൺടിൽ നൗ. അപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കാം, ഈ പ്രോബ്ലത്തിലെ പ്രശ്നം എന്താണെന്ന് ഒന്ന് നോക്കാം. അതായത് നമ്മുടെ ആദ്യത്തെ റീസണിങ്ങിനൊരു പ്രശ്നമുണ്ട്. ഓക്കെ, ആദ്യത്തെ റീസണിങ് നമ്മൾ എന്താ ചെയ്തത്? റീസണിങ് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇവിടെ ഇരിക്കുന്ന ചാർജും ഇവിടെ ഇരിക്കുന്ന ചാർജും കൂടെ ക്യാൻസലായി, ഇതും കൂടെ ക്യാൻസലായി, ഇതും കൂടെ ക്യാൻസലായി. അങ്ങനെ സിമെട്രിക്കലി ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാർ തമ്മിലെല്ലാം ക്യാൻസലായി. ഇത് എങ്ങനെ ആയിരിക്കുമ്പോൾ? ഒരു ഈവൻ സൈഡഡ് പോളിഗൺ ആയിരിക്കുമ്പോൾ. ഓക്കെ, ഒരു റെക്റ്റാങ്കിൾ എടുത്ത് നോക്കുക, ഒരു ഹെക്സഗൺ എടുത്ത് നോക്കുക, നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ഫൈൻഡ് ചെയ്യാൻ ആൾക്കാരെ കാണും. പക്ഷേ നമ്മളൊരു ഓഡ് സൈഡഡ് ഓഡ് നമ്പേർഡ് പോളിഗൺ എടുത്തു കഴിഞ്ഞാൽ, 13 സൈഡ് എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പ്ലനേഷൻ വാലിഡ് അല്ല. അതായത് നിങ്ങൾക്ക് ഈ 12 നേരെ താഴെ വരുമ്പോൾ ദർ ഇസ് നോ 6 ടു ക്യാൻസൽ ഇറ്റ് ഔട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസറിൽ എന്തോ പ്രശ്നമുണ്ട്. ഓക്കെ, പക്ഷേ ഇനി അപ്പം 0 ആണെന്നുള്ള ഉത്തരം ശരിയാണ്, അതിനകത്ത് ഉത്തരം തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ആ എക്സ്പ്ലനേഷനകത്ത് ഒരു പ്രശ്നം മനസ്സിലാക്കണം. അതായത് ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാർ ക്യാൻസലായി പോകുന്നു എന്ന് പറയുന്ന എക്സ്പ്ലനേഷൻ എവിടെ മാത്രമേ നിങ്ങൾക്ക് വർക്കൗട്ട് ആവുള്ളൂ? ഈവൻ സൈഡഡ് പോളിഗണിൽ മാത്രമേ വർക്കൗട്ട് ആവുള്ളൂ. 13 സൈഡഡ് ഓർ 15 സൈഡഡ് ഓർ 3 സൈഡഡ്, ഈവൻ 3 സൈഡഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഒരു സാധനം, ഈ ഒരു റീസണിങ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, പിന്നെ എന്ത് റീസണിങ്ങിൽ നിങ്ങൾക്ക് ഇതിനെ മാറ്റാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1-2 പരിപാടിയുള്ളത്. ഒന്ന്, ഓക്കെ, റീസണിങ്ങിൽ ഇനി അടുത്തൊരു പാർട്ടുണ്ട്, അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എങ്ങനെയാണ് ഒരു പോളിഗൺ, ഓക്കെ എന്ന് വിചാരിക്കാം, സേ ഒരു ട്രയാങ്കിൾ എടുക്കാം, സേ ഒരു റെഗുലർ ട്രയാങ്കിൾ എന്ന് പറയുമ്പം സിംപ്ലി ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. അതൊരു റിസൾട്ടൻ്റ് എടുത്ത്, ഓക്കെ യെസ് എക്സാക്ട്ലി, റിസൾട്ടൻ്റ് എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യണം. പക്ഷേ റിസൾട്ടൻറ്റിനെക്കാട്ടി എളുപ്പമുള്ളൊരു പരിപാടിയുണ്ട്, അതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം പ്രോപ്പർ രീതിയിൽ തന്നെ പോകാം. ഇവിടെ ഒരു ചാർജ്, ഇവിടെ ഒരു ചാർജ്. ഇതിനകത്ത് ഈ 13 എണ്ണത്തിൽ ഇത് വരയ്ക്കുക എന്ന് പറയുന്നത് വലിയ പാടായതുകൊണ്ടാണ് ഞാൻ ഈ സാധനം എടുക്കുന്നത്. ഇതിൻ്റെ സെൻറ്ററിലെ ഫീൽഡ് എന്ത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ആദ്യം ഇത് കാരണമുള്ള ഫോഴ്സ് ഇങ്ങോട്ടുണ്ട്, ഇത് കാരണമുള്ള ഫോഴ്സ് ഇങ്ങോട്ടുണ്ട്, ആൻഡ് ഇത് കാരണമുള്ള ഫോഴ്സ് ഇങ്ങോട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? യൂഷ്വലി നമ്മൾ +2 ചെയ്യുക, നിങ്ങൾക്ക് അറിയാം എന്ത് ചെയ്യും? ഇവിടെ ഒരു ആക്സിസും ഇവിടെ ഒരു ആക്സിസും സെറ്റ് ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഇങ്ങോട്ടുണ്ട്, ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഇങ്ങോട്ടുണ്ട്, തമ്മിൽ ക്യാൻസലായി പോകും. ഇതിൻ്റെ രണ്ടും കൂടെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് സം ചെയ്ത് മേളിലേക്ക് വരും. ആ വെർട്ടിക്കൽ കമ്പോണൻറ്റും ഈ താഴോട്ടുള്ളതും തമ്മിൽ ആഡ് ചെയ്താൽ മതിയാവും. അത് ഓപ്പോസിറ്റാണ്, സോ ക്യാൻസലായി പോകും. റെഗുലർ ആയതുകൊണ്ടും ഈ ചാർജസ് എല്ലാം ക്യൂ ആയതുകൊണ്ടും. ഇങ്ങനെയാണ് നമ്മൾ +2 ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഇതിനകത്ത് ഇത് 60 ഡിഗ്രി ആയിരിക്കും, അപ്പോൾ ഇത് എത്ര ആയിരിക്കും? 30 ഡിഗ്രി വെച്ച് വരും. ഓക്കെ, ഇനി ഞാൻ ഇതിനെ ഇത്രയും പാടാക്കുന്നില്ല, ഇതിനെ വേറൊരു തിയറി വെച്ചിട്ട് ചെയ്യാണ്. ദർ ഈസ് അനദർ തിങ് കാൾഡ്, നിങ്ങൾ വെക്ടർ അഡിഷനകത്ത് കുറേ ലോസ് പഠിച്ചിട്ടുണ്ടാവും. അതിനകത്ത് ട്രയാങ്കുലർ ലോയുടെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് പോളിഗൺ ലോ ഓഫ് വെക്ടർ അഡിഷൻ. ഓക്കെ, ഈ പോളിഗൺ ലോ ഓഫ് വെക്ടർ അഡിഷൻ നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് എത്ര വെക്ടേഴ്സ് ഉണ്ടോ ആ വെക്ടേഴ്സിനൊക്കെ എടുക്കാം. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ എനിക്ക് ആഡ് ചെയ്യേണ്ടത്, ഞാൻ ഇതെല്ലാം ഈ വെക്ടറിനെല്ലാം ഓരോ പേര് കൊടുക്കുകയാണ്. F1, F2, F3. ഞാനതിനൊന്ന് മാറ്റി വരയ്ക്കാം. ദിസ് ഈസ് മൈ F2, ദിസ് ഈസ് മൈ F1, സോറി അതങ്ങോട്ടല്ലല്ലോ, ദിസ് ഈസ് മൈ F1 ആൻഡ് ദിസ് ഈസ് മൈ F3. അപ്പോൾ ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ ഇതിനിടയ്ക്കുള്ള ആംഗിൾ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇതിനിടയ്ക്കുള്ള ആംഗിൾ എത്ര വരും? ടോട്ടൽ 360/3 എന്ന് വരണം. അപ്പോൾ നമുക്ക് എത്ര വരും? ഇതെല്ലാം 120 ഡിഗ്രി ഈച്ച് ആയിരിക്കും അല്ലേ? ഇങ്ങനെയായിരിക്കും ഈ 3 വെക്ടർ ഉള്ളത്. അപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നമ്മളെന്തേ പഠിച്ചിട്ടുള്ളൂ? 2 വെക്ടറിൻ്റെ സം പഠിക്കാനുള്ള ഫോർമുല മാത്രമേ പഠിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ അതിനുള്ള ഇക്വേഷൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ബട്ട് ദർ ഈസ് സംതിങ് കോൾഡ് മൾട്ടിപ്പിൾ വെക്ടേഴ്സിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഒരു റൂളുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് പോളിഗൺ ലോ ഓഫ് വെക്ടർ അഡിഷൻ. ഞാൻ ഈ ക്വസ്റ്റ്യനിലേക്ക് വരുന്നതിന് മുമ്പ് എന്താണ് പോളിഗൺ ലോ ഓഫ് വെക്ടർ അഡിഷൻ എന്ന് പറയാം. നിങ്ങൾക്ക് ഒരു വെക്ടർ ഇങ്ങനെയുണ്ട്, 1
ഒരു വെക്ടർ ഇങ്ങനെയുണ്ട് 2, ഒരു വെക്ടർ ഇങ്ങനെയുണ്ടെന്ന് വിചാരിക്കുക 3, ഒരു വെക്ടർ ദെൻ സംതിങ് ലൈക്ക് ദിസ് ഇങ്ങനെയുണ്ടെന്ന് വിചാരിക്കുക 4. ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യണം. ഓക്കെ, 1 + 2 + 3 + 4 ചെയ്യണമെന്ന് വിചാരിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, സാധാരണ നമ്മൾ ചെയ്യുന്നത് എന്താ, 1ഉം 2ഉം കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ 4 ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ 3 ആഡ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, സിമ്പിൾ. പക്ഷേ പോളിഗൺ ലോ പറയുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ടേക്ക് ദ ഫസ്റ്റ് വെക്ടർ. ഓക്കെ, ആ ഫസ്റ്റ് വെക്ടറിനെ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടേക്ക് വെക്കുക. ദെൻ സെക്കൻഡ് വെക്ടർ, സെക്കൻഡ് തന്നെ എടുക്കണമെന്നില്ല, 2ഓ 3ഓ എടുക്കാം. കാരണം എന്താണ്, വെക്ടർ A + B + C എന്ന് പറയുന്നതും വെക്ടർ A + C + B എന്ന് പറയുന്നതും ഒക്കെ സെയിം ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ്. വെക്ടർ അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. തിരിച്ചും മറിച്ചൊക്കെ ഇടാമെന്ന് അല്ലേ, ആ പ്രശ്നമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, 2 എടുക്കുന്നു. അപ്പോൾ 2നെ എടുത്തിട്ട് എന്ത് ചെയ്യുക, ട്രയാങ്കുലർ ലോയിൽ വെക്കുന്ന പോലെ തന്നെ വെക്കണം. എന്ന് വെച്ചാൽ ടെയിലും ആദ്യത്തേൻ്റെ ടിപ്പും രണ്ടാമത്തേൻ്റെ ടെയിലും കൂടെ വെക്കണം. സോ 2 വെച്ചു. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യണം, അടുത്ത വെക്ടർ എടുക്കുന്നു, 4th വെക്ടർ. ഓർഡർ പ്രശ്നമല്ല, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പക്ഷേ എന്ത് ചെയ്യുക, ടെയിലും ടിപ്പും തമ്മിൽ തന്നെ യോജിപ്പിക്കണം. സോ ദിസ് ഈസ് മൈ 4th വെക്ടർ ആൻഡ് ടേക്ക് ദ 3rd വെക്ടർ. ഓക്കെ, അടുത്ത വെക്ടർ എന്നേ ഉള്ളൂ. 3rd എന്ന് പറഞ്ഞാൽ അതിന് ഓർഡർ ഒന്നുമില്ല, നമ്മൾ അടുത്തൊരു വെക്ടർ നമ്പർ കൊടുത്തു എന്നല്ലേ ഉള്ളൂ. അപ്പം 1 ഇങ്ങോട്ട് മാറ്റി നമ്മൾ വരയ്ക്കാം. സോ ദിസ് ഇസ് മൈ 1. സോ ടേക്കിംഗ് ദ 3. അപ്പോൾ 3 വരയ്ക്കുമ്പോഴെല്ലാം ആലോചിക്കേണ്ടത് അതിൻ്റെ ഓറിയൻറ്റേഷൻ മാറുന്നില്ല. ഇവിടെ 4 എങ്ങനെ ഇരുന്നോ അതേപോലെ തന്നെയാണ് ഈ 4നെ ഞാൻ ഇവിടെ കൊണ്ട് വരച്ചിരിക്കുന്നത്. ചുമ്മാ കൊണ്ടുവച്ചാൽ ആൻസർ ആവില്ല. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതായത് നമ്മളത് പറഞ്ഞു, വെക്ടർ അഡീഷനകത്ത് വെക്ടറിനെ എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാം, പക്ഷേ അതിൻ്റെ ലെങ്ത് കുറയാൻ പാടില്ല, അതിൻ്റെ ഓറിയൻറ്റേഷൻ മാറാൻ പാടില്ല. സോ ഞാനിത് വെച്ചു. ഓക്കെ, ഇപ്പം ഞാൻ 1 2 3 4 വെക്ടറുകളെ തിരിച്ചു വെച്ചു. ഇനി അപ്പോൾ ഞാനൊരു പോളിഗൺ ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു, പക്ഷേ ഞാൻ എല്ലാം വെച്ച് വന്നപ്പം ഇത്രയും വന്നു. ഇനി പോളിഗണിൻ്റെ ഒരു സൈഡ് ഗ്യാപ്പ് ഉണ്ട്. ആ സൈഡ് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഫിൽ ദാറ്റ് സൈഡ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് ഫില്ല് ചെയ്യുക ആൻഡ് പുട്ട് ആൻ ആരോ ലൈക്ക് ദിസ് ഫ്രം ദ സ്റ്റാർട്ടിങ് അല്ലേ, അല്ലെങ്കിൽ ടെയിലിൽ നിന്ന് ഹെഡിലെ മറ്റേ ഒരു എൻഡിൽ ഹെഡ് ഉണ്ടാവും, ഒരു സൈഡിൽ ടെയിലായിരിക്കും തുടങ്ങുക. ആ ടെയിലിൽ നിന്ന് ഹെഡിലേക്ക് വരയ്ക്കുന്ന ഈ വെക്ടർ ആയിരിക്കും ദ റിസൾട്ടൻറ്റ് വെക്ടർ 1 + 2 + 3 + 4. ഓക്കെ, ദിസ് ഈസ് കോൾഡ് പോളിഗൺ ലോ ഓഫ് വെക്ടർ അഡീഷൻ. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഈ പോളിഗൺ ലോ ചെയ്യുന്ന സമയത്ത് സപ്പോസ് 3 വെക്ടർ ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു വെക്ടർ ഇങ്ങനെ, ഒരു വെക്ടർ ഇങ്ങനെ, ഒരു വെക്ടർ ഇങ്ങനെ. ഓക്കെ, ഞാനിത് വെച്ചിട്ട് പോളിഗൺ ചെയ്യാൻ പോവാം, 3 വെക്ടറിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോളിഗൺ ചെയ്തപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഒന്നിനെ ഇങ്ങനെ കൊണ്ടുവച്ചു, രണ്ടാമത്തെ ഇങ്ങനെ വെച്ചു, അടുത്തത് വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു, പോളിഗൺ ക്ലോസ്ഡ് ആയി. ദർ ഈസ് നോ സ്പേസ് ഫോർ അൻ അഡീഷണൽ സൈഡ്. എനിക്ക് ഒരു സൈഡും കൂടെ വെക്കാൻ സ്ഥലമില്ല. എന്ന് വെച്ചാൽ ഇനി എന്തില്ല, ഒരു റിസൾട്ടൻറ്റിന് സ്കോപ്പില്ല, ഓർ ദ റിസൾട്ടൻറ്റ് ഈസ് 0. ഓക്കെ, ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് പോളിഗൺ ലോ. അതായത് മൾട്ടിപ്പിൾ വെക്ടേഴ്സ് കുറേ ഉണ്ട്, നിങ്ങൾ അത് വെച്ചൊരു പോളിഗൺ കൺസ്ട്രക്ട് ചെയ്യുന്നു. കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഒരെണ്ണം വെക്കുന്നു, അതിൻ്റെ ടിപ്പിലേക്ക് മറ്റേയാളുടെ ടെയിൽ വയ്ക്കുക. ഓക്കെ, ഒരെണ്ണത്തിൻ്റെ ടിപ്പിലേക്ക് മറ്റേയാളുടെ ടെയിൽ വയ്ക്കുക, ദെൻ ടിപ്പ് ടെയിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് പോയി വരുമ്പോൾ ബാക്കി വരുന്ന സ്പേസ് പോളിഗൺ ഇൻകംപ്ലീറ്റ് ആയിട്ട് വരുന്നിടത്ത് നിങ്ങൾ ആദ്യം വെച്ച വെക്ടറിൻ്റെ ടെയിലിൽ നിന്ന് അവസാനം വെച്ച വെക്ടറിൻ്റെ ഹെഡിലേക്ക് വരയ്ക്കുന്ന ലൈനാണ്, ആ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ദ സം. ഓക്കെ, ഇനി ചില സമയത്ത് നിങ്ങളിങ്ങനെ വരച്ച് വരുന്ന സമയത്ത് എന്ത് ചെയ്തേക്കാം, നിങ്ങളുടെ പോളിഗൺ കംപ്ലീറ്റ് ആയേക്കാം. ഓക്കെ, എല്ലാം വെച്ചപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദ റിസൾട്ടൻറ്റ് വിൽ ബി 0. ഓക്കെ, ഇതൊരു സിമ്പിൾ മെത്തേഡാണ്. ഓക്കെ, നമുക്ക് ആ സിമ്പിൾ മെത്തേഡ് ഇതിനകത്ത് അപ്ലൈ നോക്കാം. നിങ്ങളിവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ എത്ര വെക്ടർ ഉണ്ട്, 3 എണ്ണം. ദേ ആർ ഓൾ ഇൻ ഈക്വൽ ഗ്യാപ്പ്. അപ്പം ഞാനിതിനകത്ത് ഓരോന്നായിട്ട് എടുത്ത് വരയ്ക്കാൻ പോവാണ്, ശ്രദ്ധിക്കുക. ഓക്കെ, ആദ്യത്തെ വെക്ടർ നേരെ താഴേക്കാണ്, F1. ഇനി ഞാൻ ആരെയാണ് കൊണ്ടുവയ്ക്കേണ്ടത്, എനിക്ക് F2നെ കൊണ്ടുവന്ന് എവിടെ വെക്കണം, F1ൻ്റെ ടിപ്പിൽ വെക്കണം. ഇങ്ങനെയാണ് വെക്കേണ്ടത്. അപ്പം F1 കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അതായത് F2 എന്ന് പറയുന്ന വെക്ടറിനെ F2 എന്ന് പറയുന്ന വെക്ടറിനെ ഞാൻ കൊണ്ടുവയ്ക്കുമ്പോൾ ഓർക്കേണ്ടത് F1ൻ്റെ എവിടെ വെക്കണം, ടിപ്പിലായിരിക്കണം വെക്കേണ്ടത്. ഓക്കെ, അങ്ങനെ വെക്കുമ്പോൾ ഞാൻ എവിടെ വെക്കണം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഹാവ് ടു പുട്ട് ഇറ്റ് സംവെയർ
ഹിയർ. ഇതിന് പാരലായിട്ട് ഇവിടെയാണ് വെക്കേണ്ടത്. സോറി, എറൈസർ മോഡിലാണ്. സോ ഇവിടെയാണ് ഞാൻ വെക്കേണ്ടത് അല്ലേ? അത് എത്ര ഡിഗ്രി ആയിരിക്കും? സേ ഇത് രണ്ടും ദാറ്റ് വിൽ ബി ഇതൊരു 60 ഡിഗ്രി സാധനമായിരിക്കും. അപ്പോൾ ഞാനിതിവിടെ എന്ത് ചെയ്യുന്നു? ഇതിവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ ദിസ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. നോക്കുക, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. F1 F2 F3 F1 is equal to F2 is equal to F3. How? It's magnitudes. കാരണം എന്താ? ഈ ക്യൂവിൽ നിന്ന് സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ്, ഈ ക്യൂവിൽ നിന്ന് സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ്, ഇവിടെ നിന്ന് ഈ ഡിസ്റ്റൻസുകളെല്ലാം സെയിം ആയതുകൊണ്ട് മാഗ്നിറ്റ്യൂഡ്സ് സെയിം ആണ്. അതുകൊണ്ട് ഈ വെക്ടറിൻ്റെ ലെങ്ത്തുകളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ ദ ലാസ്റ്റ് വെക്ടർ വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. സോ ദ പോളിഗൺ ഈസ് ക്ലോസ്ഡ്. സോ ദ റിസൾട്ടൻറ്റ് ഈസ് 0. നിങ്ങളൊരു റെഗുലർ പോളിഗൺ ഏതെടുത്തിട്ട് ഇങ്ങനെ വരച്ചാലും ഓക്കെ, നിങ്ങൾ 4 ആയിക്കോട്ടെ 5 ആയിക്കോട്ടെ ഏതായാലും റെഗുലറിന് ഇത് വരച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും യു ഓൾവേസ് ഗെറ്റ് എ ക്ലോസ്ഡ് പോളിഗൺ. ഓക്കെ, അപ്പോൾ അതിനർത്ഥം ക്ലോസ്ഡ് പോളിഗൺ ആണെങ്കിൽ വി ഗെറ്റ് എന്താണ്? R ഈസ് ഈക്വൽ ടു 0. പക്ഷേ ഇത് നിങ്ങൾക്ക് എപ്പോഴും ഈ പോളിഗൺ ലോ എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതേ സ്ഥാനത്ത് കൊണ്ടുവന്നിട്ട് മൾട്ടിപ്പിൾ ലെങ്ത് ഉള്ള സാധനമൊക്കെ ആണെങ്കിൽ വെറുതെ വരച്ചിട്ട് കണ്ടുപിടിക്കാനൊന്നും പറ്റത്തില്ല. പ്രൊപ്പോർഷണലി ഒക്കെ വരയ്ക്കേണ്ടി വരും. അത് പ്രാക്ടിക്കലി നടക്കില്ലല്ലോ. സോ അവിടെ നിങ്ങൾക്ക് പറ്റില്ല. പക്ഷേ ഇങ്ങനെയുള്ള പ്രോബ്ലംസിൽ ആ കൺസെപ്റ്റ് യൂസ് ചെയ്ത് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇനിയാണ് നമ്മുടെ ഇതിൻ്റെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് പാർട്ടിലേക്ക് ഞാൻ വരിക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത് 13 ആണ്, റെഗുലർ സൈഡഡ് ആണ്. സോ ദ സെൻറ്ററിൽ എന്താണ്? ചാർജ് 0 ആണ്. ഓപ്പോസിറ്റ് ക്യാൻസലായി ഞാൻ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് മനസ്സിലായല്ലോ. നിങ്ങൾ ഫസ്റ്റ് തൊട്ടുള്ള എക്സ്പ്ലനേഷനും കൊണ്ട് താഴേക്ക് വരുമ്പോൾ ആദ്യത്തേതിനകത്ത് ഇറ്റ്സ് ഓക്കെ, ഓപ്പോസിറ്റ് ക്യാൻസലായി പോയി. രണ്ടാമത്തെ പ്രോബ്ലത്തിനകത്ത് ഒരെണ്ണം എടുത്ത് മാറ്റിയപ്പോൾ ബാക്കി എല്ലാവരും തമ്മിൽ ക്യാൻസലായി, ഒരാളുടെ മാത്രം ക്യാൻസൽ ആവാൻ ആളില്ല. സോ അതിൻ്റെ ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ ഫൈൻ, യുവർ ആൻസർ ഈസ് കറക്റ്റ്, യുവർ എക്സ്പ്ലനേഷൻ ഈസ് കറക്റ്റ്. ഇനി തേർഡിലേക്ക് വന്നപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞു? ഓപ്പോസിറ്റ് ഉള്ളത് ക്യാൻസലായി പോകുന്ന ഉള്ള എക്സ്പ്ലനേഷൻ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? റെഗുലർ സൈഡഡ് ആണ്, അതുകൊണ്ട് വെക്ടർ സമ്മ് 0 ആവുന്നുള്ള കൺസെപ്റ്റിൽ തന്നെ പോകണം. ഇനി അടുത്ത പാർട്ടിലേക്ക് പോകുന്നു അതേ പ്രോബ്ലത്തിൻ്റെ. സോ ഇഫ് വൺ ഓഫ് ദ 13 ക്യൂസ്, ഓക്കെ, അതായത് 13 എണ്ണത്തിൽ ഒരാളെ ഞാൻ റിമൂവ് ചെയ്തു. വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ ക്യൂ? എക്സ്പ്ലെയിൻ. ഓക്കെ, അപ്പോൾ 13 ചാർജിൽ നമ്മൾ നേരത്തെ ഇരുന്ന 12 ഒരാളെ റിമൂവ് ചെയ്ത് ഓർമ്മയുണ്ടാവും. 13 ഒരാളെ ഞാൻ റിമൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ 13 ഒരാളെ ഞാൻ റിമൂവ് ചെയ്താൽ വാട്ട് ഈസ് ദ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഓൺ ക്യൂ? എന്താണ് ഇതിലെ ഫോഴ്സ്? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? വാട്ട് ഈസ് യുവർ റീസണിങ്? ഇവിടെയും പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആദ്യം പറഞ്ഞ റീസണിങ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഓപ്പോസിറ്റ് ഉള്ള എല്ലാവരും ക്യാൻസലായിപ്പോയി, ഇയാൾക്ക് മാത്രം ഓപ്പോസിറ്റ് ക്യാൻസൽ ആവാൻ ആരുമില്ല, അതുകൊണ്ട് പ്രശ്നം. പക്ഷേ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരും ആർക്കും ഓപ്പോസിറ്റ് അല്ല. സോ നമുക്ക് ആ ഒരു എക്സ്പ്ലനേഷൻ എടുക്കാൻ പറ്റില്ല. ഞാൻ ഇതിന് പകരം കുറച്ചുകൂടെ സിമ്പിളാക്കി ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതാം. വേറൊന്നുമില്ല, ഒരു സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് അതിനകത്ത് ആ ഷേപ്പില്ല. ഒരു പെൻറ്റഗൺ എന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ ഒരു ചാർജ് ഇവിടെ, ഒരു ചാർജ് ഇവിടെ, ഒരു ചാർജ് ഇവിടെ, ഒരു ചാർജ് ഇവിടെ. ഓക്കെ, then what is the force on a charge at center Q? ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് റെഗുലർ ആയതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു? 0 ആണെന്ന് പറഞ്ഞു, നോ പ്രോബ്ലം. ഓക്കെ, ദെൻ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് ഒരാളെ റിമൂവ് ചെയ്യുന്നു. നൗ വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ Q? Q എന്താണ്? ഇതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നിങ്ങൾക്ക് ഈ ഇതിനകത്ത് ഇവിടെ Q ഉണ്ടേ, ഇതും തമ്മിലുള്ള ഫോഴ്സ് ഇത് കാരണം ക്യാൻസലായി പോയെന്നോ ഇത് കാരണം ക്യാൻസലായി പോയെന്നോ തുടങ്ങിയ ഒരു എക്സ്പ്ലനേഷനും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കും? നമ്മളുടെ എക്സ്പ്ലനേഷൻസ് ആദ്യമുണ്ടായിരുന്ന റീസണിങ്ങിൽ നിന്ന് നമ്മൾ മാറ്റി വേറൊരു രീതിയിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി പെൻറ്റഗണിന് ചെയ്യാം, നിങ്ങൾ മറ്റേ ചെയ്താൽ. സോ ക്യൂ 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 നോക്കാം.
നമ്മളുടെ പ്രശ്നം മനസ്സിലായല്ലോ. അതായത് ആ പ്രശ്നത്തിൽ എത്തണമെന്നേ ഉള്ളൂ, നിങ്ങളതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കണം എന്നല്ല, ആ പ്രോബ്ലം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. നേരത്തെ ചെയ്ത് വന്ന രീതി അനുസരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ, അല്ല ആ എക്സ്പ്ലനേഷൻ അനുസരിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ വന്ന് നിങ്ങൾ ബ്ലോക്ക് ആവും. കാരണം നിങ്ങൾക്ക് ആ എക്സ്പ്ലനേഷൻ കൊണ്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അതിന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ പറഞ്ഞെന്താണ്, ഇവിടെ നിന്ന് ഒരു ക്യൂ റിമൂവ് ചെയ്തു എന്നല്ലേ പറഞ്ഞത്. ഞാൻ പകരം എന്ത് ചെയ്യുന്നു, 5 പേരും അവിടെ ഉണ്ടെന്ന് തന്നെ വിചാരിക്കാം. 5 പേര് ഉണ്ടെങ്കിൽ വാട്ട് ഈസ് ദ നെറ്റ് ഫോഴ്സ്? ദ നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0. ഇനി ഇവിടുന്ന് ക്യൂവിനെ എന്ത് ചെയ്തു, റിമൂവ് ചെയ്തു അല്ലേ. ഞാനതിനെ വേറെ രീതി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. എന്ത് ചെയ്യുന്നു, ഇവിടെ ക്യൂവിനെ ആരും റിമൂവ് ചെയ്തിട്ടൊന്നുമില്ല, അവിടെ ആരെയും കൂടെ കൊണ്ടുവച്ചു, ഒരു മൈനസ് ക്യൂവിനെ കൂടെ കൊണ്ടുവച്ചു. ഓക്കെ, അതായത് ക്യൂ ഇരുന്ന സ്ഥലത്തേക്ക് ആരെയും കൂടെ കൊണ്ടുവച്ചു, മൈനസ് ക്യൂവിനെ കൂടെ കൊണ്ടുവച്ചു. എങ്കിലും ടോട്ടൽ ചാർജ് എന്തായി, 0 ആയല്ലോ, നോ പ്രോബ്ലം. അപ്പോൾ ഇവിടെ ആരൊക്കെ ഉണ്ട്, ക്യൂ മൈനസ് ക്യൂ 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 ക്യൂ. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ പറയാൻ തോന്നുന്നു. നൗ ദ ടോട്ടൽ ഫോഴ്സ് ഈസ്, നെറ്റ് ഫോഴ്സ് ഈസ് force due to 5 plus q's plus force due to 1 minus q. ഒരു മൈനസ് ക്യൂ കാരണമുള്ള ഫോഴ്സും അല്ലേ. അതായത് 5 പ്ലസ് ക്യൂ കാരണമുള്ള ഫോഴ്സും ഇപ്പോൾ ഒരു മൈനസ് ക്യൂ കാരണമുള്ള ഫോഴ്സും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതിയാവും. എന്തിന്, ഇവിടുന്ന് ഒരാളെ റിമൂവ് ചെയ്തിട്ടുള്ള ചാർജ് കണ്ടുപിടിക്കാൻ. he can assume that there is another minus q. അപ്പോൾ ടോട്ടൽ എന്തായി, 0 ആയിട്ട് മാറി. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം, ആകെയുള്ള 5q പോസിറ്റീവ് ക്യൂ കാരണമുള്ള ചാർജ് എത്രയാണ്, 0. ഇനി ആരേ ഉള്ളൂ, ഒരു മൈനസ് ക്യൂ മാത്രം ഇട്ടിരിക്കുന്നു. സോ ഒരു ക്യൂവും മൈനസ് ക്യൂവും r ഡിസ്റ്റൻസിൽ എടുത്തു കഴിഞ്ഞാൽ ഫോഴ്സ് എന്താണ്, 1/4πε0 q by some r square along the direction of this, along the direction of the removed charge, along removed charge. ഇത്രേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് വേറെ ചില പ്രോബ്ലംസിലൊക്കെ ആവശ്യമുണ്ട്. നെറ്റിൻ്റെയൊക്കെ പ്രോബ്ലംസിൽ ചില കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കേസിലും ഇങ്ങനെയൊക്കെ പറയും. അതായത് ഒരു സ്ഫിയർ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ സ്ഫിയർ കാരണമുള്ള ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യണം. സ്ഫിയറിനകത്തുനിന്ന് എന്ത് ചെയ്യുന്നു, ഒരു ചെറിയ സ്ഫിയറിനെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഓക്കെ, ഇങ്ങനെയുള്ള പ്രോബ്ലം ചെയ്യേണ്ടി വരും. അങ്ങനെ കട്ട് ചെയ്ത്, അതായത് ഒരു സ്ഫിയറിനകത്തുനിന്ന് വേറൊരു സ്ഫിയർ, അല്ല ഇത് വിചാരിക്കുക ഇതൊരു ഡിസ്ക് ആണെന്ന് വിചാരിക്കുക. ഈ ഡിസ്കിനകത്തുനിന്ന് ഒരു ഡിസ്ക് കട്ട് ചെയ്ത് മാറ്റി. അങ്ങനെയാണെങ്കിൽ ബാക്കി കാരണമുള്ള ഫോഴ്സ് എത്ര കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല സിമ്പിളി. കാരണം ഇത് കാരണമുള്ളത് ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് യൂഷ്വൽ രീതിയൊന്നും പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് എങ്ങനെ അസ്യൂം ചെയ്യും, ഈ അസ്യൂം ദാറ്റ് ഇവിടെ എന്താ ഇല്ല, ഇവിടുത്തെ റിമൂവ് ചെയ്തിട്ടൊന്നുമില്ല, ഇവിടെ ചെറിയൊരു സർക്കിളും കൂടെ വേറെ വെച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അതായത് മൊത്തത്തിൽ പോസിറ്റീവ് ആയിരുന്നൊരു ഡിസ്കിലേക്ക് ഇവിടെ ഒരു മൈനസ് പാർട്ടും കൂടെ കൊണ്ടുവച്ചു. അപ്പം ടോട്ടൽ അവിടെ 0 ആയി. കട്ട് ചെയ്ത് മാറ്റുന്നതിന് ഇക്വലൻ്റ് ആണ്. ഇങ്ങനെ പ്രോബ്ലംസ് ചെയ്യേണ്ടി വരും. ഇത് ആക്ച്വലി ഇറ്റ്സ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. നിങ്ങളിവിടെ ക്യൂ മൈനസ് ക്യൂവും കൂടെ കൊണ്ടുവയ്ക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഓക്കെ, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, ഈ പെയർ ഓഫ് ഫോഴ്സസിനൊന്നും ബാധിക്കില്ല എന്നുള്ള രീതിയിലാണ്. അല്ലെ ബാക്കി ഫോഴ്സസ് എല്ലാം അതുപോലെ തന്നെ കാണും. ഇവിടെ ഒരു മൈനസ് ക്യൂ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇത് നെറ്റ് 0 ആയിക്കോളും. ആ കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നേരത്തെ 12 ക്യൂ ഇരുന്ന കേസിലും 12 ക്യൂസ് ഇരുന്ന കേസിലും ആ 6th പൊസിഷനിൽ നിന്ന് ക്യൂവിനെ മാറ്റിയില്ല, പകരം എന്ത് ചെയ്തു, അവിടെ ഒരു മൈനസ് ക്യൂ കൂടെ കൊണ്ടുവച്ചാൽ മതി. ഓക്കെ, ഇനി ജനറലി ഇതിനകത്തുനിന്ന് ഒരു ലോ അല്ലെങ്കിൽ ഒരു ബൈഹാർട്ട് ചെയ്യാവുന്നൊരു സാധനം ഉണ്ടാക്കാം. എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റെഗുലർ സൈഡഡ് പോളിഗൺ ഏത് തന്നാലും ഇഫ് ദർ ആർ ഈക്വൽ ചാർജസ് ഓൺ ദ വെർട്ടീസസ് ദെൻ ഏതെങ്കിലും ഒരാളെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സ് എന്ന് പറയുന്നത് റിമൂവ് ചെയ്ത ചാർജിൻ്റെ ഡയറക്ഷനിലായിരിക്കും വിത്ത് ഫോഴ്സ് ഡ്യൂ ടു ദ റിമൂവ് ചെയ്ത ആൾ കാരണമുള്ള ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ദെൻ എന്താണ് റിമൂവ് ചെയ്ത ആൾ കാരണമുള്ള ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. അത് ഏത് ഡയറക്ഷനിലായിരിക്കും, റിമൂവ് ചെയ്ത് എവിടുന്നോ ആ ഡയറക്ഷനിലായിരിക്കും. ഇങ്ങനെ വേണമെങ്കിൽ അത് ഒരു ലോ എന്നുള്ള രീതിയിൽ ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കും. ഓക്കെ, ഈ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് വേറൊരു പ്രോബ്ലം ചെയ്യാം. അതുകൂടെ ചെയ്ത് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ഓക്കെ, അടുത്ത പ്രോബ്ലം ഇതാണ്. പ്രോബ്ലം ഞാൻ ടൈപ്പ് ചെയ്തിട്ടുള്ള പ്രോബ്ലം അല്ല, അത് ഗ്രിഫിത്തിലല്ല, അല്ലാതുള്ളൊരു പ്രോബ്ലമാണ്. സേ 2 ചാർജസ് Q and Q are here. Okay, they are separated by a distance some 2a. Okay, 2a distance separate ചെയ്തിരിക്കുന്നു. What is the electric field at the center? Part A, what is the electric field at the center? സെൻറ്ററിനെ ഞാൻ O എന്ന് വിളിക്കുകയാണ്. What is the electric field at the center? Can you say the answer? Easy അല്ലേ?
സീറോ ആയിരിക്കും. അല്ല, ഇലക്ട്രിക് ഫീൽഡ് വേണ്ട, ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്ത് തുടങ്ങിയില്ല. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു പ്ലസ് ക്യൂ, ഒരു ക്യാപിറ്റൽ ക്യൂ ചാർജ് കൊണ്ടുവയ്ക്കുക. വാട്ട് ഈസ് ദ നെറ്റ് ഫോഴ്സ് ഓൺ ക്യാപിറ്റൽ ക്യൂ? യെസ്, ഇറ്റ്സ് സീറോ. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പോൾ എഫ് ക്യൂ എന്ന് പറയുന്നത് സീറോ എന്ന് കിട്ടി. അപ്പോൾ നെറ്റ് ഫോഴ്സ് സീറോ ആണ്. ഇനി നിങ്ങളൊന്ന് ആലോചിക്കാം, ഞാൻ ഈ ക്യൂ എന്ന് പറയുന്ന ചാർജിനെ സ്ലൈറ്റ്ലി റൈറ്റിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യുന്നു വിചാരിക്കാം. ഓക്കെ, ക്യൂവിനെ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, റൈറ്റിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യുന്നു. അപ്പം സെൻറ്ററിലിരുന്നാൽ ഈക്വൽ ഫോഴ്സ്, അത് തമ്മിൽ എന്ത് സംഭവിക്കില്ല, അങ്ങോട്ടുള്ള ഫോഴ്സും ഇങ്ങോട്ടുള്ള ഫോഴ്സും ഈക്വലായിട്ട് ക്യാൻസലായിട്ട് അവിടെ ഇരിക്കും. എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ആൻ ഇക്വിലിബ്രിയം പൊസിഷൻ. പക്ഷേ ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഞാൻ അതിനെ റൈറ്റിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഡിസ്റ്റൻസ് കുറഞ്ഞു, ഈ ഡിസ്റ്റൻസ് കൂടി. എന്ന് വെച്ചാൽ ഫോഴ്സ് ഡ്യൂസ് ടു ദിസ് വൺ ഈസ് ഗ്രേറ്റർ ദാൻ ദിസ് വൺ. ഇനി അപ്പോൾ ഈ സ്മോൾ ക്യൂ ഇതിനെ എന്ത് ചെയ്യും, ഇതിനകത്ത് കൂടുതൽ ഫോഴ്സ് കൊടുക്കും. രണ്ടുപേരും എല്ലാവരും പോസിറ്റീവ് ആയതുകൊണ്ട് ഇതിനിടയ്ക്കുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും, ഇങ്ങോട്ടായിരിക്കും. എന്ന് വെച്ചാൽ ദെൻ ഇത് കാരണമുള്ള ഫോഴ്സ് അങ്ങോട്ടും ആയിരിക്കും. ഇതിനെ 1 എന്നും ഇതിനെ ഞാൻ 2 എന്നും വിളിക്കുന്നു. ഇത് 2 കാരണമുള്ളത് ഫോഴ്സ്, ഇത് 1 കാരണമുള്ള ഫോഴ്സ്. അപ്പോൾ ടോട്ടൽ എടുക്കുമ്പോൾ ആരായിരിക്കും കൂടുതൽ? റിസൾട്ടൻ്റ്ലി ഇതെങ്ങോട്ടായിരിക്കും, ലെഫ്റ്റിലേക്കായിരിക്കും. എന്ന് വെച്ചാൽ ഈ ക്യൂ ഇങ്ങോട്ട് മാറിയാലും തിരിച്ച് എങ്ങോട്ട് വരും, ഇങ്ങോട്ട് തന്നെ ഒരു ഫോഴ്സ് ഉണ്ട്. അതേപോലെ ക്യൂ ലെഫ്റ്റിലേക്ക് മാറിയാലോ അത് വീണ്ടും തിരിച്ച് റൈറ്റിലേക്ക് വരും. ഞാൻ ഒന്നുകൂടെ പറയാം, ഇവിടെ 2 പേരുണ്ട്. ഓക്കെ, ഈ 2 പേരും ആക്ച്വലി ക്യൂവിനെ എന്ത് ചെയ്യാണ്, ക്യാപിറ്റൽ ക്യൂവിനെ എന്ത് ചെയ്യാണ്, ഇങ്ങോട്ട് തള്ളുകയാണ്. ഇയാൾ എന്ത് ചെയ്യാണ്, ഇതിനെ ഇങ്ങോട്ട് തള്ളുകയാണ്. ആ 2 തള്ളും ഈക്വൽ ആവുന്നതാണ് സെൻറ്റർ പൊസിഷൻ. ഇനി എന്ത് ചെയ്യുന്നു, ഇതിനെ ഒന്ന് റൈറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നു ക്യാപിറ്റൽ ക്യൂവിനെ. അപ്പം ഇപ്പോൾ എന്ത് ചെയ്യും, ഇയാളുടെ തള്ള് കൂടി ഇയാളുടെ തള്ള് കുറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, റിസൾട്ടൻ്റ്ലി ലെഫ്റ്റിലേക്ക് തന്നെയാണ്, അതായത് പോയ പൊസിഷനിലേക്ക് അത് തിരിച്ചു വരാൻ ശ്രമിക്കും. അതേപോലെ ലെഫ്റ്റിലേക്ക് മാറ്റിയാൽ എന്ത് സംഭവിക്കും, ഇത് റൈറ്റിലേക്കുള്ള പുഷ് കൂടുതലായിരിക്കും, അതുകൊണ്ട് തിരിച്ചു വരും. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയുള്ളൊരു കോൺഫിഗറേഷൻ, ഒരു ക്യാപിറ്റൽ ക്യൂ ഒരു സ്മോൾ ക്യൂ ഇങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് നിങ്ങൾ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ഒരു സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, പോയിട്ട് തിരിച്ചു വരാൻ ശ്രമിക്കും. അല്ലെങ്കിൽ ഒരു എം മാസുള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ ഇത് അങ്ങോട്ട് പോകുന്നു, ഫോഴ്സ് കാരണം തിരിച്ച് ഇങ്ങോട്ട് വരുന്നു, അത് ഇവിടം വരെ വരും, ദെൻ തിരിച്ച് അങ്ങോട്ട് പോകും, തിരിച്ചങ്ങോട്ട് പോകും, തിരിച്ചങ്ങോട്ട് പോകും. സോ ഇറ്റ് വിൽ എക്സിക്യൂട്ട് ആൻ ഓസിലേഷൻ ഇൻ 1 ഡയമെൻഷൻ. ഓക്കെ, അതായത് നിങ്ങൾ കൊടുക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് റൈറ്റിലേക്കാണ് എക്സ്, ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ലെഫ്റ്റിലേക്കാണ്. ദെൻ അടുത്ത കേസിൽ എന്ത് സംഭവിക്കും, ലെഫ്റ്റിലേക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് വരുമ്പോൾ റൈറ്റിലേക്ക് ഫോഴ്സ് വരും. അതായത് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് വരുന്നിടത്താണല്ലോ എന്തുണ്ടാവുന്നത്, സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്ന സാധനം, ഓർ സിംപ്ലി ഓസിലേഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാവുന്ന അങ്ങനെയുള്ള കേസിലാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഓസിലേഷൻ എവിടെ എക്സിക്യൂട്ട് ചെയ്യും, ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ്, യു ഹാവ് 3 ചാർജസ്. ഓക്കെ, ക്യൂ ആൻഡ് 2 ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് 2a. At the midpoint we are placing a charge capital Q and we are displacing it horizontally, okay, by a small distance x, and it executes SHM, simple harmonic motion. Then what is the frequency of oscillation? This is the question. ഓക്കെ, അതായത് സെൻട്രൽ ഇരുന്ന ആളെ അങ്ങോട്ടും അങ്ങോട്ടും, എനിക്ക് തോന്നുന്നു ഇത് നീറ്റ് ജെഇ ഒക്കെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു ഈ സാധനം. ഇതിൻ്റെ ഒരുപാട് കേസുകളുണ്ട്, ഒരെണ്ണമൊന്നുമല്ല. അതിനകത്ത് ഏറ്റവും സിമ്പിളായിട്ടുള്ള കേസാണിത്. ഇതിൻ്റെ പല തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. നമുക്കെല്ലാം ചെയ്യാൻ സമയം ഉണ്ടാവില്ല. ഇപ്പോഴും ഇലക്ട്രിക് ഫീൽഡിലെ പ്രോബ്ലംസ് എല്ലാം പെൻഡിങ് കിടക്കുകയാണ് നമുക്ക്. നമുക്ക് ഈ പ്രോബ്ലം കൂടെ ചെയ്ത് ഇന്നത്തെ ക്ലാസ് നിർത്താം. ബാക്കി ഇനി ഒരുപാട് പ്രോബ്ലം നമുക്ക് ചെയ്യാനുണ്ട്, അടുത്ത ക്ലാസ്സിൽ ചെയ്യും. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു പ്രോബ്ലം നമുക്ക് സെപ്പറേറ്റ് സെഷൻസ് വേറെ എടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമ്മുടെ തിയറി മുന്നോട്ട് പോകില്ല. തിയറി നമ്മുടെ റെഗുലർ ടൈമും ബാക്കി ഏതെങ്കിലുമൊക്കെ അഡീഷണൽ ടൈമും എടുത്തിട്ട് ചെയ്യാം.
ഓക്കെ, ചെയ്തോ. SHM ഒരു ഇമ്പോർട്ടൻ്റ് സാധനമാണ്. ഓസിലേഷൻ എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ ഇത് ജാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷൻ കേട്ടോ, ഓസിലേഷൻ വേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ചെയ്തു തുടങ്ങാം. ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ പറയുക. കറണ്ട് പോയി, കുഴപ്പമില്ല, നെറ്റുണ്ട്. ഇല്ല, ഒരു 10 മിനിറ്റോടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത ബോറായിപ്പോൾ. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ജനറലി ഒരു ഓസിലേഷൻ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓസിലേഷൻ ഒരുപാട് കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ഉണ്ട്, ഒത്തിരി. ഇപ്പം ഏറ്റവും സിമ്പിൾ കേസ് എന്താണ്? നമ്മുടെ സ്പ്രിംഗ് മാസ് സിസ്റ്റമാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇത് സ്പ്രിങ്ങിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനാണ്. ഓക്കെ, ഇക്വിലിബ്രിയം ലെങ്ത് L0. ഞാൻ ഇതിൽ നിന്ന് ഇതിനെ എന്ത് ചെയ്യുന്നു? താഴേക്ക് ഒരു എക്സ് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ് ചെയ്യും. അപ്പോൾ സ്പ്രിങ് ഇതിനെ എന്ത് ചെയ്യും? പിടിച്ച് മുകളിലേക്ക് വലിക്കും അല്ലേ? അപ്പോൾ ഇതെന്ത് ചെയ്യും? മുകളിലേക്ക് പോകും. പിന്നെ ഇതെന്ത് ചെയ്യും? താഴേക്ക് വരും. ഇതാണ് നമ്മുടെ യൂഷ്വലി ഇത് നടക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇതിനൊരു എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുമ്പോൾ അല്ലേ, സ്പ്രിങ് നോർമൽ പൊസിഷനിൽ നിന്ന്, സ്പ്രിങ് മാസ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഹൊറിസോണ്ടലി വെച്ചാലും വർക്ക് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, ഒരിക്കലും സ്പ്രിങ് മാസ് സിസ്റ്റം എന്ന് പറയുന്നത് ഇങ്ങനെ തൂക്കിയിട്ടാലേ വർക്ക് ചെയ്യുമെന്നില്ല. പക്ഷേ നിങ്ങൾ ചിലപ്പം തർക്കിക്കുമായിരിക്കും, കാരണം ലാബിൽ നിങ്ങൾ ചെയ്ത ഹെലിക്കൽ സ്പ്രിങ് നിങ്ങൾ തൂക്കിയിട്ടാൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. ആക്ച്വലി ഹെലിക്കൽ സ്പ്രിങ് ഈസ് നോട്ട് ആൻ ആക്ച്വൽ സ്പ്രിങ്. അതുകൊണ്ടാണ് അതിനെ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കാൻ വേണ്ടി ആദ്യം ഡെഡ് മാസ് ഒക്കെ ഇടുന്നത്. പോട്ടെ, അതായത് 0 ഗ്രാവിറ്റിയിലും വെയിറ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു എക്സ്പെരിമെൻ്റാണ് ആക്ച്വൽ സ്പ്രിങ് മാസ് സിസ്റ്റം എന്ന് പറയുന്നത്. ആക്ച്വൽ സ്പ്രിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്പ്രിങ്ങുകൾക്കിടയിലും ഗ്യാപ്പ് ഉണ്ടാവണം, ഇങ്ങനെ അകന്നിരിക്കണം. ഒട്ടിയിരിക്കുന്ന സ്പ്രിങ് കണ്ടിട്ടുണ്ടാവും ചേർന്ന്, അത് ആക്ച്വൽ സ്പ്രിങ്ങിൻ്റെ പ്രോപ്പർട്ടി എല്ലാം ഉള്ളവരല്ല. അതിനെ അങ്ങനെ ആക്കിയെടുക്കാം ബൈ പുട്ടിങ് സം മാസ് ഓൺ ഇറ്റ്. ഓക്കെ, പോട്ടെ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇത്രയും ഡിസ്പ്ലേസ് ചെയ്യുന്നു. ഡിസ്പ്ലേസ് ചെയ്യുമ്പോഴുള്ള അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് നമ്മൾ എഴുതുന്നത്. F ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? -kx. അപ്പോൾ ഇക്വിലിബ്രിയം പൊസിഷൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എന്തൊരു സാധനത്തിൻ്റെ നമ്മുടെ ഓസിലേഷൻ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ, SHMൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു M മാസ് അവിടെ ഉണ്ടാവും. മാസ് ഉണ്ടാവണം എങ്കിലേ പറ്റുള്ളൂ. ആ M മാസിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് ഒരു എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നു. ആ എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുമ്പോഴുള്ള അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അത് ഓരോന്നായിരിക്കും. സ്പ്രിങ് ആയതുകൊണ്ടാണ് F ഈസ് ഈക്വൽ ടു -kx എന്ന് പഠിച്ചിട്ടുണ്ട്. സോ F ഈസ് ഈക്വൽ ടു -kx. ഇനി അപ്പോൾ എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുത്തപ്പോഴുള്ള ഫോഴ്സ് കിട്ടി. ഇനി എനിക്ക് എന്തറിയാം? M × d²x/dt² ഈസ് ഈക്വൽ ടു എന്താണ്? നെറ്റ് ഫോഴ്സ് എന്ന് എനിക്കറിയാം. വാട്ട് ഈസ് ദ നെറ്റ് ഫോഴ്സ്? ദാറ്റ് ഈസ് -kx. ഞാൻ അതെടുത്ത് അവിടേക്ക് കൊടുക്കാം. സോ M × d²x/dt² ഈസ് ഈക്വൽ ടു -kx, which is equal to M × d²x/dt² plus kx equal to 0, or d²x/dt² plus k/m × x equal to 0. ഈ k/m ആണ് എന്ത്? ω02. ദാറ്റ് ഈസ് ദ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി, സ്ക്വയർ ഓഫ് ദ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. അപ്പോൾ എന്ത് ചെയ്യുക? എല്ലായിടത്തും ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുക. ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നൊരു ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുക. ആ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുന്ന സമയത്തുള്ള നെറ്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ഇറ്റ് വിത്ത് M × d²x/dt². ഇതാണ് പ്രൊസീജിയർ. ഓക്കെ, ഇത് നിങ്ങൾ ഒരുപാട് ഒബ്ജക്ട്സിൻ്റെ ചെയ്യാൻ പറ്റും. സേ ഇങ്ങനൊരു ബൗൾ ഇരിക്കുന്നു, ആ ബൗളിന് ഒരു സർക്കുലർ ബൗൾ ഇരിക്കുന്നു, അതിനകത്തൊരു ബോൾ വെക്കുന്നു. ആ ബോളിനെ ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ച് വരും. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യും. ഇല്ലെങ്കിൽ ഒരു ഹെമിസ്ഫിയർ ഇങ്ങനെ വെച്ചു, അല്ലെങ്കിൽ നമ്മുടെ ഈ എല്ലാ ഹൊറർ സിനിമയിലും ഉള്ളൊരു ചെയർ അറിയാമല്ലോ, ആ ചെയർ വയ്ക്കുന്നു. ഈ ചെയർ എന്ത് ചെയ്യുന്നു? ഇത് അങ്ങോട്ട് ഒരു ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യും. വാട്ട് ഈസ് ഇറ്റ്സ് ഓസിലേഷൻ ഫ്രീക്വൻസി? ദെൻ ഇതൊക്കെ നിങ്ങൾ +2 ചെയ്തിട്ടുള്ളതായിരിക്കും ഒരു പക്ഷേ. ഒരു വാട്ടറുണ്ട്, വാട്ടറിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു വുഡൻ പീസ് ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വിട്ട് കഴിഞ്ഞാൽ അത് ഓസിലേറ്റ് ചെയ്യും. ദെൻ വേറെ ഗ്രാവിറ്റിയിൽ ചെയ്യുന്നൊരു പ്രോബ്ലം ഉണ്ട്. ദാറ്റ് ഈസ് എർത്തിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു ഹോൾ ഇട്ടിട്ട് ഇവിടുന്ന് ഒരു മാസിനെ നേരെ താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ഇവിടെ കിടന്ന് ഓസിലേറ്റ് ചെയ്യും. ഈ ഓസിലേഷൻ ഫ്രീക്വൻസി എന്ത്? ഇതൊക്കെ നിങ്ങൾക്ക് ഇതേ മെത്തേഡിലാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് പോട്ടെ. നമുക്ക് ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്
ഇവിടെ ഒരു മാസ്, ഇവിടെ ഒരു മാസ്, മാസല്ല മാസം, ഇവിടെ ഒരു ക്യൂ, ഇവിടെ ഒരു ക്യൂ. ഈ രണ്ട് ക്യൂ ആക്ച്വലി ഫിക്സ്ഡ് ആണ്. ഇവിടെ സെൻറ്ററിലുള്ള ക്യൂ ആണ് എനിക്ക് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഡിസ്റ്റൻസ് എ ആണ്, ഈ ഡിസ്റ്റൻസ് എ ആണ്. ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, റൈറ്റിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യും. അപ്പോൾ ഡിസ്പ്ലേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഇതിനൊക്കെ ഒരു കോർഡിനേറ്റ് സിസ്റ്റം സെറ്റ് ചെയ്യുന്നു, എക്സ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇത് എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് എക്സ് ഡിസ്പ്ലേസ് ചെയ്തു. ഇനി ഓരോ ഫോഴ്സ് എഴുതാം. ഇത് 1, ഇത് 2 എന്ന് വിചാരിക്കാം. സോ വാട്ട് ഈസ് F1 ഈസ് ഈക്വൽ ടു 1/4πε0. ഇപ്പോൾ ഈ ക്യൂ ഇരിക്കുന്ന എവിടെയാണ്, ഇവിടെയാണ്. സോ 1/4πε0 QQ ഡിവൈഡഡ് ബൈ F1 കാരണമുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എയും പിന്നൊരു എക്സും കൂടെ ഉണ്ടല്ലേ, ദാറ്റ് ഈസ് A + x ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അലോങ് ദ ഡയറക്ഷൻ ഓഫ് എക്സ് അല്ലേ, ദാറ്റ് ഈസ് എക്സ് ക്യാപ് എന്നെഴുതും. ഇനി F2 എന്തെഴുതാം, F2 ഈസ് ഈക്വൽ ടു 1/4πε0 QQ ബൈ, ഇനി നോക്കുക ഇവിടെ നിന്ന് ഇവിടം വരെ എ ആണ്. ഓക്കെ, ഇത്രയാണ് എ, ഇത്രയാണ് എ. അതിനകത്തുനിന്ന് എക്സ് ഓൾറെഡി ഇങ്ങോട്ട് വന്നു. അപ്പോൾ അതെന്തായിരിക്കും, A - x ആയിരിക്കും. സോ A - x ദ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ടുവേർഡ്സ് ക്യൂവിൽ ആക്ട് ചെയ്യുന്ന എങ്ങോട്ടായിരിക്കും, ലെഫ്റ്റിലേക്കായിരിക്കും. സോ ദാറ്റ് ഈസ് എക്സ് ക്യാപ് വിത്ത് എ മൈനസ് സൈൻ. സോ എഫ് കിട്ടി, ഇത് കിട്ടി. ഇനി F1 + F2 എന്തായിരിക്കും, F1 + F2 ഈസ് ദ ടോട്ടൽ ഫോഴ്സ് വെൻ ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്ഡ് ത്രൂ എ ഡിസ്റ്റൻസ് എക്സ്. എക്സിലേക്ക് എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കിയപ്പോഴുള്ള നെറ്റ് ഫോഴ്സ് ആണ്. അതായത് ന്യൂട്ടൺസ് ലോ പറയുന്നത് എന്താണ്, m×d²x/dt² ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫോഴ്സ് എന്നാണ് പറയുന്നത്. എഫ് നെറ്റ് എന്ന് എഴുതും. എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു MA എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ എഫ് നെറ്റ് എന്ന് പറഞ്ഞാൽ F1 + F2 ആണ്. സോ ദാറ്റ് F1 + F2 ഈസ് ഇതിൻ്റെ അഡീഷൻ. ഇതിനകത്ത് ആരെയൊക്കെ ഞാൻ പെട്ടെന്ന് ചെയ്യാണ്, ഇതിനകത്ത് ആരെയൊക്കെ കോമൺ എടുക്കാം, QQ ബൈ 4πε0 കോമൺ എടുക്കാം. ദെൻ ബാക്കി ആരൊക്കെ വരും, സേ ആദ്യത്തെ ടൈമിൽ 1/A + x ദ ഹോൾ സ്ക്വയർ മൈനസ് 1/A - x ദ ഹോൾ സ്ക്വയർ, ഓക്കെ, ഇൻറ്റു ഒരു എക്സ് ക്യാപ്പും കൂടെ വരും. ഓക്കെ, ഓക്കെ, നൗ ദിസ് ഈസ് ഈക്വൽ ടു ദിസ് ഈസ് ഈക്വൽ ടു ഒരു മൈനസും കൂടെ ഞാനിനി പുറത്തെടുക്കുക. അതിനൊരു റീസൺ ഉണ്ട്. കാരണം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ 1/A + x ആണല്ലോ വലുത്. അപ്പം ഇത് മൈനസ് ചെയ്യുമ്പോൾ എന്തായാലും നെഗറ്റീവ് വരിക. കാരണം 1/A + x ചെറുതും 1/A - x വലുതുമാണ്. സോ ഒരു മൈനസ് ഇനി പുറത്തെടുക്കുന്നു. സോ -QQ ബൈ 4πε0 എക്സ് ക്യാപ് ഇൻറ്റു 1/A + x, സോറി A minus 1/A - x the whole square minus 1/A + x the whole square എന്നെഴുതാം. എഴുതി കഴിഞ്ഞാൽ ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. -QQ ബൈ 4πε0 എക്സ് ക്യാപ് ഇൻറ്റു ഇതെന്ത് വരും, A + x ഇൻറ്റു A - x രണ്ടെണ്ണം വരും. ദാറ്റ് ഈസ് A² - x² the whole square upon which A + x the whole square, A + x the whole square minus A - x the whole square. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇതിനകത്ത് x² ഇവിടെയുണ്ട്, A² ഇവിടെയുണ്ട്, ഇവിടെ ഒരു 2AX ഉണ്ട്, ഇവിടെ ഒരു -2AX വരും. സോ രണ്ടുകൂടെ ചേർന്ന് 4AX ആവും. സോ ദിസ് ഈസ് ഈക്വൽ ടു ഓക്കെ, ഇതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം, ഞാൻ 6:30 മുമ്പ് തീർക്കണം എന്നുള്ളതുകൊണ്ടാണ്. കുറച്ച് ടൈം കൂടിപ്പോയി. QQ ബൈ 4πε0 എക്സ് ക്യാപ് ഇൻറ്റു 4AX ഡിവൈഡഡ് ബൈ A² - x² ദ ഹോൾ സ്ക്വയർ എന്നെനിക്ക് എഴുതാൻ പറ്റും. റൈറ്റ്, ഓക്കെ. ഇനി ഇപ്പോൾ ഓൾമോസ്റ്റ് ആൻസർ ആയി കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, ഇറ്റ് ഈസ് എലോങ് -x ക്യാപ്. ഓക്കെ, എന്ന് വെച്ചാൽ എക്സ് എങ്ങോട്ടാണ് ഞാൻ കൊടുത്തത്, ആ ഫിഗർ ഒന്നുകൂടെ ഞാൻ ഇങ്ങോട്ട് വരയ്ക്കാം. ഇത് മിഡ് പോയിൻ്റ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഞാൻ ആ ക്യൂവിനെ മാറ്റിയത്. അപ്പം ഇതാണ് എക്സ്, അതായത് റൈറ്റിലേക്ക് ഡിസ്പ്ലേസ് ചെയ്തപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, എക്സ് ക്യാപ്പാണ്. ഫോഴ്സ് കിട്ടിയ എങ്ങോട്ടാണ്, നേരെ ഓപ്പോസിറ്റാണ്. അതായത് ഡിസ്പ്ലേസ്മെൻറ്റും ഫോഴ്സും ഓപ്പോസിറ്റാണ്. സോ ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് ആൻ ഓസിലേറ്ററി ഫോഴ്സ് അല്ലെങ്കിൽ ഓസിലേറ്ററി പൊട്ടൻഷ്യൽ എന്നൊക്കെ വിളിക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു -QQ ബൈ, അപ്പോൾ ഓസിലേഷൻ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായി. ഇനി ഞാൻ ഒരു സിംപ്ലിഫിക്കേഷൻ അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് എന്ത് ചെയ്യാം, ഈ x² എന്ന് പറയുന്ന സാധനം വെരി ടൈനി ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ എക്സ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്
ഒരു സ്മോൾ ഓസിലേഷനാണ്, ഒരു ചെറിയ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഞാൻ കൊടുക്കുക. അപ്പോൾ ഈ എക്സ് ചെറുതാണെന്ന് എടുക്കുന്നു. സോ 4ax ഡിവൈഡഡ് ബൈ എ സ്ക്വയർ, എക്സ് സ്ക്വയർ നെഗ്ലക്ട് ചെയ്യുന്നു, എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് a⁴. ഒരു എയും ഒരു a⁴ കൂടെ ക്യാൻസൽ ചെയ്യുന്നു, ദാറ്റ് ഈസ് a ക്യൂബ് എന്ന് വരും. ഓക്കെ, സോ ദ ആൻസർ ഈസ് -QQ by 4πε0 4x by a ക്യൂബ് എന്ന് കിട്ടും. 4ഉം 4ഉം ക്യാൻസൽ ആയി പോകും. ദാറ്റ് ഈസ് -QQx by πε0 a ക്യൂബ് ഇൻറ്റു എക്സ് ക്യാപ്പ് എന്ന് കിട്ടും. ദിസ് ഈസ് ദ നെറ്റ് ഫോഴ്സ്. കഴിഞ്ഞു, ഓൾമോസ്റ്റ് തീർന്നു. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം, m(d²x/dt² is equal to -QQx by πε0 a ക്യൂബ് ഇൻറ്റു എക്സ് ക്യാപ്പ് എന്ന് കൊടുക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും, ഇനി എക്സ് ക്യാപ്പ് വേണ്ട, നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത്, ഒറ്റ ഡയമെൻഷൻ ആണല്ലോ, അതായത് 3 എണ്ണം ഇല്ല, എക്സ് ഡയമെൻഷൻ മാത്രമാണ്. അപ്പം സോ നോ പ്രോബ്ലം. അപ്പോൾ ഇനി എനിക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒന്നുകൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. ദറ്റ് ഈസ് m ഇൻറ്റു d²x by dt² plus QQx by πε0 a cube is equal to 0, or I can write it as d²x by dt² plus QQ by πε0 a cube into x equal to 0. So ഇതെന്താണ്, d²x by dt² plus ω0² x ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ ഇക്വലൻ്റ് ആണ്. അപ്പോൾ ഈ കിടക്കുന്ന സാധനമാണ് എന്ത്, നമ്മുടെ ആൻസർ. ദാറ്റ് ഈസ് ω0² ഈസ് ഈക്വൽ ടു Q. എന്തോ ഒരു എം വരാനുണ്ട്. ദാറ്റ് ഓക്കെ, സോറി, ഒരു എമ്മും കൂടി ഇവിടെ ഉണ്ട്. ദാറ്റ്സ് നൗ ഇറ്റ് ഇസ് ഫൈൻ. സോ m(π)m(ε0 a ക്യൂബ് a ക്യൂബ് എന്ന് വരും. സോ ω0 ഈസ് ഈക്വൽ ടു √QQ by πε0 m a ക്യൂബ് എന്ന്. ഓക്കെ, ഇതാണ് ആൻസർ. ആക്ച്വലി ഇത് എളുപ്പമുള്ള പ്രോബ്ലംസ് ആണ്. നിങ്ങൾ കാണുമ്പോൾ ഇത്തിരി ലെങ്തി ആണെങ്കിലും ഇതിൻ്റെ വേറെ കുറച്ചധികം വേറെ ഒരു പ്രോബ്ലം കൂടെ ഞാൻ തരാം നിങ്ങൾക്കിപ്പോൾ, നിങ്ങൾ ചെയ്യുന്നത് പിന്നെ ചെയ്താൽ മതി. ഓക്കെ, പ്രോബ്ലം ഇത് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ട്, ഇത്രയുടെ പാടാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്. ഓക്കെ, അതായത് ഇങ്ങനെ വിചാരിക്കുക, ഒരു +Q ചാർജ് വെച്ചിട്ടുണ്ട്, ഒരു -Q ചാർജ് വെച്ചിട്ടുണ്ട്. ദെൻ സോറി, ഒരു +Q ഒരു +Q. അപ്പോൾ ഇതിൻ്റെ നടുക്ക് +Q വെച്ചാലുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇനി നടുക്ക് ഞാൻ -Q വെക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ -Qനെ റൈറ്റിലേക്ക് ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാരണമുള്ള ഫോഴ്സ് കൂടും, ഇത് റൈറ്റിലേക്ക് അങ്ങ് പോകും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പ്രോബ്ലം ഇങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടത് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഓക്കെ, അടുത്ത ദിവസം ചെയ്തു നോക്കാനുള്ള അസൈൻമെൻറ്റ്സ് എന്നുള്ള രീതിയിൽ ആദ്യം എന്ത് ചെയ്യുക, ഒരു +Qവും വയ്ക്കുക. ഓക്കെ, സെപ്പറേറ്റഡ് ബൈ സെയിം 2a ആണ്. സെൻട്രൽ നിന്ന് ഒരു -Qനെ ഇങ്ങോട്ട് നീക്കി വയ്ക്കുക, എക്സ് ഡിസ്റ്റൻസ്. ഓക്കെ, എക്സ് ഡിസ്റ്റൻസ് -Qനെ നീക്കി വയ്ക്കുക. സെൻട്രൽ ഇരിക്കുമ്പോൾ 0 ആയിരിക്കും, നോ പ്രോബ്ലം. നമ്മൾ എങ്ങനെയായാലും പ്രശ്നം, ഏത് ചാർജ് ആയാലും പ്രശ്നമില്ല. പക്ഷേ റൈറ്റിലേക്ക് നീക്കി വയ്ക്കുക. അപ്പം റൈറ്റിലേക്ക് നീക്കി വയ്ക്കുമ്പോൾ 1 2 ഇവിടെ ഉണ്ട്, ഒരു F1 ഉണ്ടാവും, ഒരു F2 ഉണ്ടാവും. അതിന് എക്സ് ക്യാപ്പും എക്സ് ക്യാപ്പൊക്കെ കറക്റ്റ് ഡയമെൻഷനൊക്കെ കൊടുത്തിട്ട് സൈനൊക്കെ കൊടുത്തതിന് ശേഷം യു ക്യാൻ കാൽക്കുലേറ്റ് ദ നെറ്റ് ഫോഴ്സ്. അല്ലെങ്കിൽ ചോദ്യം ഒന്നുകൂടെ ക്ലിയർ ആക്കാം, കുറച്ചുകൂടെ സിമ്പിൾ രീതി പറയാം. a+x ഡിസ്റ്റൻസിലും a-x ആണ് ഈ ഡിസ്റ്റൻസ്. ഇത് +Q, ഇത് +Q ആൻഡ് ദിസ് ഈസ് -Q. ഫൈൻഡ് ദ നെറ്റ് ഫോഴ്സ്. F ഈസ് ഈക്വൽ ടു, ഓക്കെ, യു ഗെറ്റ് ദ സെയിം വാല്യൂ ഓഫ് ആസ് ദാറ്റ് ഓഫ് ദ സെയിം പ്രോബ്ലം ഓഫ് ദ പ്രീവിയസ് പ്രോബ്ലം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സൈൻ എന്തായിരിക്കും, F പോസിറ്റീവ് ആയിരിക്കും. എന്ന് വെച്ചാൽ പോസിറ്റീവ് ആയിരുന്നു ഡിസ്പ്ലേസ്മെൻറ്റ്, കാരണം റൈറ്റിലേക്കാണ് ഞാൻ നീക്കിയത്. അപ്പോൾ ഫോഴ്സും എന്തായി, പോസിറ്റീവായി. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് ആൻ ഓസിലേറ്ററി പൊട്ടൻഷ്യൽ. അതെന്ത് ചെയ്യില്ല, ഓസിലേറ്റ് ചെയ്യില്ല എന്ന് കിട്ടണം. ഇനി അടുത്തത്, ഇനി ഇതേ +Q
അടുത്ത പ്ലസ് ക്യൂ ഓക്കെ സെപ്പറേറ്റഡ് ബൈ ദ സെയിം 2a. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, മൈനസ് ക്യൂവിനെ വെക്കുന്നു. മൈനസ് ക്യൂവിനെ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ മാറ്റിയാൽ എന്ത് ചെയ്യില്ല, ഓസിലേറ്റ് ചെയ്യില്ല, ഷുവർ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഈ മൈനസ് ക്യൂവിനെ മുകളിലേക്ക് കൊണ്ടുവരും, എക്സാക്ട്ലി ഇതിന് പെർപെൻഡിക്കുലറായിട്ട് ഇവിടേക്ക് കൊണ്ടുവരും മൈനസ് ക്യൂവിനെ. ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക, മൈനസ് ക്യൂ ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും, ഇങ്ങോട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യും, ഇങ്ങോട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. ഇതിൻ്റെ റിസൾട്ടൻ്റ് എങ്ങോട്ടായിരിക്കും, ഒബ്വിയസ്ലി നേരെ താഴേക്കായിരിക്കും. ഇതെന്ത് വരും, ഇതിനെ താഴേക്ക് കൊണ്ടുവരും. അത് ഇപ്പുറത്ത് വരുമ്പോൾ എന്ത് സംഭവിക്കും, ഇങ്ങോട്ടായിരിക്കും, തിരിച്ച് മുകളിലേക്ക് പോകും. സോ വാട്ട് ഈസ് ദ, അപ്പോൾ ഇതെന്ത് ചെയ്യും, ആക്ച്വലി ഒരു പ്ലസ് ക്യൂവും ഒരു അനദർ പ്ലസ് ക്യൂവും സെൻറ്ററിൽ ഒരു മൈനസ് ക്യൂവും വെച്ചിട്ട് നിങ്ങളിതിനെ മുകളിലേക്ക് പിടിച്ച് വലിച്ചു വിട്ട് കഴിഞ്ഞാൽ അതായത് സിംപ്ലി ഇതെന്ത് ചെയ്യും, മുകളിലേക്കും താഴേക്കും ഓസിലേറ്റ് ചെയ്യും. അതായത് വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു റബ്ബർ ബാൻഡിനെ എടുത്ത് നിങ്ങൾ 2 അറ്റവും നോട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു കല്ല് കെട്ടിയിട്ട് ഇവിടെ ഒരു സ്റ്റോൺ വെച്ചിട്ട് നിങ്ങൾ മെല്ലെ താഴോട്ട് പിടിച്ചിട്ട് വിട്ടാൽ എന്ത് സംഭവിക്കും, ഇത് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. ഓക്കെ, അതേപോലെ ഒരു കൈൻഡ് ഓഫ് ഓസിലേഷനാണ് ഇവിടെ. വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദിസ് ഓസിലേഷൻ? ഓക്കെ, ഇത് രണ്ടും നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ആദ്യത്തിൻ്റെ ഉത്തരം ഓൾറെഡി ഞാൻ പറഞ്ഞു, രണ്ടാമത്തത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുന്നു. ഗ്രൂപ്പിൽ നിങ്ങൾ ഈ പ്രോബ്ലം ഞാൻ സെപ്പറേറ്റ് ഒരു ക്ലാസ് ആക്കുന്നതിനെക്കുറിച്ച് തിയറി മാത്രം എടുത്ത് പോയിട്ട് പ്രോബ്ലം സെപ്പറേറ്റ് ആക്കണോ എന്നുള്ളതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയണം. ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നാൽ മതി, അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ് വെള്ളിയാഴ്ച. ഓക്കെ.